മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എന്നെ ദൈവം ഒരു നാളും കൈവിടത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല, വാക്ക് മാറത്തില്ല. കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഒരു നാളും കൈവിടപ്പെട്ടു പോകത്തില്ല. എൻ്റെ ദൈവത്താൽ ഞാൻ അത്ഭുത സാക്ഷിയായി തീരുമെന്ന് നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ നമുക്കിന്ന് ദുരിതം അനുഭവിക്കുന്ന ജനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും, പ്രാർത്ഥന മാത്രം പോരാ, അവരെ സഹായിക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ശ്രമിക്കണം. നമ്മളാൽ കഴിയുന്ന രീതിയിലൊക്കെയും നിങ്ങൾ അവരെ സഹായിക്കണം. പ്രാർത്ഥന നല്ലതാണ്, അനുഗ്രഹമാണെങ്കിൽ പോലും നമ്മളാൽ കഴിയുന്ന രീതിയിലൊക്കെയും നമ്മൾ ചെയ്യുക തന്നെ വേണം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ ദിവസവും കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തന്നല്ലോ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും നശിക്കത്തില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്നും പറയുന്നു. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയാൽ ദൈവം നമ്മളെ നിറയ്ക്കും. ഇന്നത്തെ അനുഗ്രഹത്തിനായി നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർമാനമായിട്ട് നമ്മൾ പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള വ്യത്യാസങ്ങളെ പറ്റിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പ്രാർത്ഥനകൾ വളരെ വ്യത്യാസമുണ്ട്. നിങ്ങളൊരു പഴയ നിയമ വിശ്വാസിയെപ്പോലെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊരിക്കലും കരുണയ്ക്കകത്തായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്, കൃപയ്ക്കകത്തല്ല. കരുണയ്ക്കകത്ത് നിൽക്കുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ എപ്പോഴും നിങ്ങളുടെ കുറവുകൾ, നിങ്ങളുടെ ബലഹീനതകൾ അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ബന്ധപ്പെട്ടായിരിക്കും. എന്നാൽ ഒരു പുതിയ നിയമ വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ദൈവം എൻ്റെ കുറവുകളോ എൻ്റെ ബലഹീനതകളോ അല്ല നോക്കുന്നത്, പകരം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന സമയത്ത്, പൗലോസ്ലീഹ പ്രസംഗിക്കുന്ന സമയത്ത്, ഒരു ജന്മനാ മുടന്തനായ ഒരു മനുഷ്യൻ പ്രസംഗകരുടെ കൂട്ടത്തിൽ, പത്രോസ്ലീഹിൻ്റെയും യോഹന്നാൻ സ്ലീഹയുടെയും 3-ാം അധ്യായത്തിലെ കാര്യമല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി മുന്നോട്ട് പോകുമ്പോൾ പൗലോസ്ലീഹ പ്രസംഗിക്കുന്നത് കേട്ട ഒരു ജന്മനാ മുടന്തനായ ഒരു മനുഷ്യനെ പറ്റി പറയുന്നു. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, പൗലോസ് പ്രസംഗിക്കുന്നത് കേട്ട് സൗഖ്യമാകുവാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് കാലൂന്നി എണീറ്റ് നിൽക്കുക എന്ന് ആ മനുഷ്യനോട് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അപ്പോൾ സൗഖ്യമാകുവാൻ വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, വേറെ ഒന്നുമല്ല നോക്കിയത്, അവൻ്റെ കുറവല്ല നോക്കിയത്, അവൻ്റെ ബലഹീനതയല്ല നോക്കിയത്, അവൻ എവിടെയെല്ലാം ഫെയിലായിട്ടുണ്ടെന്നല്ല നോക്കിയത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അന്വേഷിച്ചു പോകുന്ന, കർത്താവ് എനിക്ക് ഈ കുറവുള്ളതുകൊണ്ടായിരിക്കും ദൈവം എന്നെ അനുഗ്രഹിക്കാത്തത്, ഈ കുറവുള്ളതുകൊണ്ടായിരിക്കും ദൈവം എന്നെ കാണാത്തതെന്നൊക്കെ ഒരു ചിന്തയുണ്ട്. അല്ല, നിങ്ങൾക്ക് കർത്താവിൽ വിശ്വാസമുണ്ടോ? യേശുവിലാണോ നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത്? നിങ്ങൾ എണീറ്റ് വരിക തന്നെ ചെയ്യും. ദൈവം നമ്മളെ സഹായിക്കുന്ന കർത്താവാണ്. ഇന്ന് നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുവചനങ്ങളെ കേട്ട് ദൈവസന്നിധിയിൽ ബലപ്പെടാം. ഇന്നത്തെ അനുഗ്രഹത്തിനായി ഞാനൊരു വാക്യം എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മറക്കരുത്, രക്തത്താൽ പുതിയ നിയമം എന്ന വചനത്തിലാണ് നമ്മൾ തുടർച്ചയായിട്ടും വചനം കേട്ടു വന്നിരിക്കുന്നത്. ഇന്നും നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ നിന്നും കേൾക്കാം. ഇന്നും കർത്താവിൻ്റെ വചനം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് നമുക്ക് പത്രോസ്ലീഹായുടെ ലേഖനത്തിൽ നിന്നാണ്, പുതിയ നിയമമാണ്, മാറിപ്പോകരുത്. പുതിയ നിയമത്തിലെ ആ വാക്യത്തിൽ നിന്നാണ് ഞാൻ ആരംഭിക്കുന്നത്. പത്രോസ്ലീഹായുടെ ലേഖനം, 2 പത്രോസ്ലീഹായുടെ ലേഖനം, അതിൻ്റെ 1-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ്: തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ നമുക്ക് വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അവയാൽ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. അവയാൽ നിങ്ങൾ ലോകത്തിൻ്റെ മോഹത്താൽ നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരരുത്. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോടു കൂടെ ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോടു കൂടെ സ്ഥിരതയും, സ്ഥിരതയോടുകൂടെ ഭക്തിയും, ഭക്തിയോടുകൂടെ സഹോദരപ്രീതിയും, സഹോദരപ്രീതിയുടെ സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഇത് നിങ്ങൾ വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആർക്കും പെട്ടെന്ന് മനസ്സിലാകത്തില്ല എന്തുവാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു റോബിൻ എന്ന് പറഞ്ഞ പേരുള്ളൊരു മകൻ്റെ മാതാവിനോട് കർത്താവ് ഇങ്ങനെ സംസാരിക്കുവാൻ പറയുന്നു. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ തന്നെ ഇരുന്നോണം. മകൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാണ്. റോബിൻ എന്ന് പറയുന്ന മകൻ്റെ മാതാവിനോടാണ്, നിങ്ങളുടെ കസിൻസ് അല്ല, ആ വ്യക്തിയുടെ മാതാവ് എന്നെ കേൾക്കുന്നുണ്ട്. ആ പേരുകാരൻ്റെ ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്ന എന്നോട് പറയുന്നു. ആ കുടുംബത്തിനെ ഓർത്ത് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. അനർത്ഥം വിട്ടൊഴിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവിൻ്റെ സമാധാന അന്തരീക്ഷം കുടുംബത്തുണ്ടാകട്ടെ. ദുഃഖം ഭവനത്തിൽ കയറാതെ വണ്ണം കർത്താവിൻ്റെ കൃപയുടെ മറവിൽ സൂക്ഷിക്കപ്പെടുന്നതിന് നന്ദി പറയുന്നു. ആ കുടുംബത്തെ ഇന്ന് അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ നടുവിൽ നടക്കുന്നല്ലോ. എപ്പോഴും പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഇരുന്നോണം. കർത്താവ് എന്നോട് ഇടപെടണം, എന്നോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. കർത്താവ് നിങ്ങളെ തൊടും. ആമേൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ തുടക്കത്തിൽ തന്നെ പറയുന്ന ഒരു വാക്കുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഞാനിന്ന് ഷെയർലി സിസ്റ്റർ ഇന്നതിൻ്റെ അകത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സിസ്റ്റർ ഇന്ന് സാക്ഷ്യം പറയണം. എനിക്ക് വോയിസ് റെക്കോർഡ് അയച്ചിട്ടുണ്ട്. ഞാൻ തിരിച്ച് സിസ്റ്റർക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സിസ്റ്റർ ഇന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. വേദനയുടെ കാര്യം കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഇന്ന് എനിക്കൊന്ന് ലിങ്ക് അയക്കാൻ പറ്റിയില്ല. സർട്ടിഫിക്കറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ദൈവികമായ ഒരു പ്രവചന ആലോചന കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവാത്മാവ് ഇടപെട്ടായിരുന്നു. നിങ്ങളത് കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കൊന്ന് 3-4 ദിവസം മുമ്പായിരുന്നു. ഒരു സർട്ടിഫിക്കറ്റ് ഒരു ബാഗിൻ്റെ അകത്തിരിക്കുന്ന ഒരു ആ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടൊരു ബ്ലോക്കായി നിൽക്കുന്നു. ആ കർത്താവ് ഇങ്ങനെ വെളിപ്പെടുത്തിയൊരു സംഭവം ഉണ്ട്. അത് യൂട്യൂബിൽ കണ്ട ഒരു സഹോദരിയാണ് ഇന്ന് എന്നെ വിളിക്കുകയും വോയിസ് റെക്കോർഡ് അയക്കുകയും ചെയ്തു. ഞാനത് കറക്റ്റ് നമ്മുടെ മെസ്സേജിലൊക്കെ റിപ്ലൈ ചെയ്യുന്ന ഒരു ടൈമിലായിരുന്നു സഹോദരിയുടെ വോയിസ് എനിക്ക് കേട്ടത്. അപ്പോൾ എന്നോട് ഇങ്ങനെ അതിനുശേഷം സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ അത് എൻ്റെ പെങ്ങളുടെ വിഷയമായിരുന്നു, ഒത്തിരി ബ്ലോക്കായി കിടക്കുമായിരുന്നു. അതേപോലെ തന്നെ ഫയലിൻ്റെ അകത്തുള്ള കുറച്ച് സർട്ടിഫിക്കറ്റൊക്കെ ആയിരുന്നു. ആ ഒരു കാര്യം തന്നെയായിരുന്നു ആലോചന. അവരത് ഏറ്റെടുത്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ അതിൻ്റെ റിസൾട്ട് എനിക്ക് വോയിസ് റെക്കോർഡ് കേൾപ്പിക്കാൻ പറ്റിയില്ല. ആ സഹോദരിക്ക് എനിക്ക് വന്ന ലിങ്ക് അയച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതോ ഞാൻ വിട്ടുപോയെന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ ആ സഹോദരി നേരിട്ട് സാക്ഷ്യം പറയും. ഇല്ലെങ്കിൽ ഞാൻ നാളെ അല്ലെങ്കിൽ നാളത്തെ കഴിഞ്ഞോ ആ വോയിസ് റെക്കോർഡ് നിങ്ങളെ കേൾപ്പിക്കുന്നതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഒരാലോചന കേട്ടാൽ അത് നമ്മൾ ഈ പ്ലാറ്റ്ഫോം സൂം മാത്രമല്ല യൂട്യൂബിലും ഒക്കെ പിന്നീട് കാണുന്നവരുമുണ്ട്, ലൈവിൽ ഇപ്പോൾ ഫേസ്ബുക്കിൽ കാണുന്നവരുണ്ട്. ഈ സ്ട്രീമിലെല്ലാം എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, കർത്താവ് നിങ്ങളെ തൊടും. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഏത് രാജ്യത്തിരുന്നാലും നിങ്ങളെ ലൊക്കേറ്റ് ചെയ്യും. കർത്താവ് നിങ്ങളെ സ്പർശിക്കും. കർത്താവിൻ്റെ ആലോചന നിങ്ങളെ തൊടും. അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടെ ഇരുന്നോണം. നിങ്ങളുടെ അതിരുകൾ വിസ്താരമാകും. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ വന്നതുപോലെ മടങ്ങിപ്പോകത്തില്ല. നിങ്ങൾ ആൾ മാറിയവനെ പോലെ തിരിച്ചുവിടുന്ന് പോകത്തുള്ളൂ. കർത്താവ് കൂടെയുണ്ട്. ആമേൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ആദ്യം തന്നെ അപ്പോസ്തലനായ പത്രോസ്ലീഹ പറയുകയാണ്, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ. 2 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജീവനും, നിങ്ങൾ ആ വാക്യം കാണാൻ പറ്റുന്ന ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഇവിടെ നോക്കിയാൽ മതി, ജീവനും ഭക്തിക്കും. അതിൻ്റെ അർത്ഥം ആത്മീയമായിട്ട് മാത്രമല്ല, ഭൗതികമായി വേണ്ടതും നമുക്ക് തന്നിരിക്കുന്നു. അവയാൽ ദൈവം നമുക്ക് വിലയേറിയതും മധ്യമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിത് വായിക്കുന്ന സമയത്ത് ഒരു പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പുതുമയൊന്നുമല്ല. നമ്മൾ ഈ വചനമൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ രാവിലെ എങ്ങനെയും അരി മേടിക്കാനും മുന്നോട്ട് ജീവിതം ഉന്തി നീക്കാനും ഒക്കെ നമ്മളിങ്ങനെ ഭാരപ്പെടുന്ന സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും എന്നെ കേൾക്കുന്നത്, നിങ്ങളിലെല്ലാവരും അല്ലേ? ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്ക് ക്രിസ്തുവേശുവിൽ കഷ്ടതയുടെയോ ദുരിതത്തിൻ്റെയോ പ്രയാസത്തിൻ്റെയോ നിരാശയുടെയോ ജീവിതമല്ല വെച്ചിരിക്കുന്നത്, ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും കോശമാണ്. സുവിശേഷ നിമിത്തം പലതും സംഭവിച്ചേക്കാം. സുവിശേഷ വേലയോട് ബന്ധപ്പെട്ട് പലയിടങ്ങളിലും പലതും സംഭവിച്ചേക്കാം. പക്ഷെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് ബൈബിൾ നിങ്ങൾ വ്യക്തമായി വായിക്കണം. അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ജീവനും ഭക്തിക്കും. അത് രണ്ടും ഇംഗ്ലീഷിൽ വരുമ്പോൾ തന്നെ 2ആയിട്ട് തന്നെ എഴുതിയിരിക്കുന്നത്. 2ആയിട്ട് തന്നെയാണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്, ഒറ്റ വാക്കിലല്ല. അപ്പം നമ്മുടെ ഭൗതിക ഭക്തിക്ക് വേണ്ടിയതുള്ളതും ഭൂമിയിലുള്ള ഭൗതികമായ ആവശ്യങ്ങൾക്കും മീതെയും രണ്ടും നമുക്ക് ദൈവം ദാനം ചെയ്തിരിക്കുന്നു. അടുത്ത വാക്യത്തിൽ പറയുന്ന അവയാൽ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ. ഇതാണ് പ്രത്യേകത. ഇവിടെ ഞാൻ തിരിച്ചു വരും. അപ്പോൾ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കയ്യിലിരിക്കുന്ന അനുഗ്രഹങ്ങൾ. നിങ്ങളിപ്പോൾ ചിന്തിക്കും, ബ്രദറെ ഈ വചനമൊക്കെ പറയുമ്പോഴും ഞാൻ വലിയ സാഹചര്യത്തിൻ്റെ അകത്തും വേദനയ്ക്കകത്തും പല ചോദ്യചിഹ്നങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുക ബ്രദറെ. ഇന്ന് ഞാൻ ബ്രദറിനെ വിളിച്ചിട്ട് ഒരു പ്രാർത്ഥനാ വിഷയം പറയാൻ വേണ്ടി ഇരിക്കുക. ഞാനിപ്പോൾ വിളിച്ചിട്ടൊരു സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് ഈ വചനവുമായിട്ട് എന്താ ഗുണം? നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടില്ല. ഞാൻ പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ എനിക്ക് കർത്താവുമായൊരു കൂട്ടിമുട്ടൽ ഉണ്ടാകുന്നത് 2012. 2012 കർത്താവുമായൊരു കൂട്ടിമുട്ടൽ ഉണ്ടാകുന്നതിന് മുമ്പ് വരെ ബൈബിളുമായിട്ട് ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നെങ്കിലും എനിക്കൊരു ബന്ധവുമില്ല. 2012 കർത്താവുമായൊരു കൂട്ടിമുട്ടൽ എനിക്കുണ്ടായ സമയത്താണ് എനിക്ക് മനസ്സിലായത്, ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ പുസ്തകമാണ്. ഈ ബൈബിളിൽ ജീവനുണ്ടെന്നും ഈ ജീവന് നമ്മുടെ മുമ്പിലെ സകല കാര്യങ്ങളെയും അത്ഭുതമാക്കി നടത്താൻ പറ്റുമെന്നും വലിയ നമ്മൾ പോലും അറിയാത്ത ഹിഡൻ ബ്ലെസ്സിങ്ങുകൾ ഇതിൽ കിടപ്പുണ്ടെന്നും, പക്ഷേ ഇത് പുറത്തേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് പലർക്കും അറിയാതെ പോയതുകൊണ്ടാണ് ബൈബിളിനെ നമുക്കൊരു മതപുസ്തകമായി ഇപ്പോഴും കാണുന്നത്. ബൈബിൾ ഇപ്പോഴും നമുക്കൊരു മതപുസ്തകം. നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ തുറക്കുന്നു, ഒരു സങ്കീർത്തനമോ ഒരു ബൈബിൾ വാക്യമോ വായിക്കുന്നു, മനസ്സിനൊരു സമാധാനം കിടന്നുറങ്ങുന്നു, പ്രശ്നം അവിടെ തന്നെയുണ്ട്.
എന്തുകൊണ്ട് ആ എഴുതപ്പെട്ട വചനം നിങ്ങളുടെ പ്രശ്നങ്ങളെ മാറ്റുന്നില്ല? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴേലും? ബൈബിൾ വായിക്കുമ്പോൾ ലഭിക്കുന്ന ആശ്വാസം എന്തുകൊണ്ട് അത്ഭുതമായി മാറുന്നില്ല? ബൈബിൾ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമുക്ക് എത്ര പ്രതിസന്ധി വന്നാലും ആ പുസ്തകം തുറന്ന് ഏതെങ്കിലും ഒരു വചനം വായിക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷവും ഒരു സമാധാനം അങ്ങനെ ഫീൽ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് പറഞ്ഞ്. ഉണ്ട്. ആമേൻ, ആമേൻ. ശ്രദ്ധിച്ചോണം. അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചോണം. അങ്ങനെയെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ആശ്വാസമല്ല ദൈവം വെച്ചിരിക്കുന്നത്, അത്ഭുതമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ആശ്വാസം ലഭിക്കുന്നുണ്ടെങ്കിൽ ആദ്യ ചുവടിൽ നിങ്ങൾ പാസ്സായി. എൻ്റെ അർത്ഥം നിങ്ങളുടെ മേലെ അത് ആക്ടിവേറ്റ് ആയി, ആ വചനം നിങ്ങളെ തൊട്ടു എന്നതർത്ഥം. രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാൽ ആ എഴുതപ്പെട്ട വചനത്തിന് ജീവൻ വെച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ പ്രവർത്തിക്കും. ഞാൻ തിരുവല്ലയിൽ ഒരു പ്രാർത്ഥനയ്ക്ക് പോകുന്ന സമയത്ത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവിടെ കർത്താവിൻ്റെ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമയത്ത്, ഞാനൊരു സഹോദരി അടുക്കലേക്ക് വരുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഒരു ദർശനം പരിശുദ്ധാത്മാവ് കാണിക്കുവാണ്. ഒരു ഫലമില്ലാത്ത വൃക്ഷം ഇങ്ങനെ വളർന്നു നിൽക്കുക. എന്നിട്ട് ആ മകളെ നോക്കിക്കൊണ്ട്, ആ സഹോദരി നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയുവാൻ എൻ്റെ ഉള്ളിൽ പറയുകയാണ്, ഫലം കായ്ക്കാത്തവളെ എന്ന് വിളിച്ച് കളിയാക്കുന്നവരുടെ നടുവിൽ ഫലപുഷ്ടിയുള്ളവളാക്കി ദൈവം മാറ്റാൻ പോവുക. എന്നിട്ട് എന്നോട് ആ സഹോദരിയുടെ ഉദരത്തെ നോക്കിയിട്ട് ഇങ്ങനെ പറയാൻ പറഞ്ഞു, ഉദരത്തിൻ്റെ മേൽ ഫലം കായ്ക്കാൻ പോയി. സഹോദരി പൊട്ടിക്കരയുക. കുറേ കാര്യങ്ങൾ ദൈവാത്മാവ് ഇടപെട്ടു. ആ സഹോദരി പറഞ്ഞൊരു വാക്കുണ്ട്, ബ്രദറെ, ഞാൻ കുറേ നാളുമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ തലമുറകളില്ലാതെ ഭാരപ്പെടുവാണ്. ആ സഹോദരി നോക്കിയിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചു നോക്കിയോ, ഫലമില്ലാതിരിക്കുന്ന നിന്റെ മേൽ ഫലത്തെ ഞാൻ അയക്കാൻ പോവാ. ആ മകളുടെ മേൽ കൈവച്ചിട്ട് ഞാൻ പറഞ്ഞു, ധൈര്യത്തോടെ സിസ്റ്ററെ, വചനം പറഞ്ഞോണം. വചനത്തിനൊരു കുഞ്ഞായി മാറാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? വചനത്തിനൊരു കുഞ്ഞായി മാറാൻ പറ്റും. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നതും അതുമൊക്കെ ആയിട്ട് എന്താ ബന്ധം? ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് 4-ാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ് ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുള്ളതിന് ഉത്തരം എഴുതിയിട്ടുണ്ട്. ആകയാൽ ദൈവം നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. അപ്പോൾ വാഗ്ദത്തങ്ങൾ, പ്രോമിസുകൾ, ബൈബിളിലെ എല്ലാ ബ്ലെസ്സിങ്ങും നമുക്ക് ലഭിച്ചിരിക്കുന്നതൊരു വാഗ്ദത്തത്തിൻ്റെ ഫോമില. ഇപ്പം ഞാൻ പറയാം, ഞാൻ ഇന്നാളത് ഉദാഹരണം പറഞ്ഞായിരുന്നു. നമ്മുടെ കൈവശം ഇരിക്കുന്ന മാങ്ങയും തേങ്ങയും ആപ്പിളും ഓറഞ്ചും ഇതെല്ലാം നമ്മുടെ കയ്യിലേക്ക് എത്തുന്നതിൻ്റെ പിന്നിലൊരു വിത്തിൻ്റെ ഫോമുണ്ട്, അല്ലേ? ഒരു വിത്തിൻ്റെ ഫോമിലാണ് ഇത് ആദ്യം ഭൂമിയിലേക്ക് അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പ് ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഓറഞ്ച് വന്ന് വീട്ടിൽ വന്ന് ജ്യൂസ് അടിച്ചും അല്ലാതെയൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചിട്ടില്ലേ, എല്ലാ ദിവസവും ഇതേപോലെ വീട് നിറച്ച് ഓറഞ്ച് ആയിരുന്നെങ്കിലോ എന്ന് നിങ്ങൾ ഏതെങ്കിലും കടയിൽ പോയി വെച്ചാൽ പുള്ളി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കടക്കാരൻ ഒരു വിത്ത് എടുത്ത് തരും. അപ്പം നിങ്ങൾ പറയും, എല്ലാ ദിവസവും എനിക്ക് ഓറഞ്ച് കിട്ടാൻ ഞാൻ എന്തുവാ, ഈ വിത്തല്ലല്ലോ ഞാൻ ചോദിച്ചത്, പകരം എനിക്ക് ഓറഞ്ച് അല്ലേ വേണ്ടത്. കടക്കാരൻ പറയും, എല്ലാ ദിവസവും നിങ്ങൾക്ക് ഓറഞ്ച് കിട്ടണമെങ്കിൽ ഓറഞ്ച് കായ്ക്കുന്ന മരം വേണം ആദ്യം. ആ മരം ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു വിത്ത് വേണം. ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനം ചെയ്തിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇത് നമ്മളിലേക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ഫോമാണ് വാഗ്ദത്തങ്ങളുടെ രൂപത്തിൽ, അതായത് ദൈവവചനത്തിൻ്റെ രൂപത്തിൽ. അതുകൊണ്ടാണ് ലൂക്കോസിൽ പറയുന്നത് ദൈവത്തിൻ്റെ വചനം ഒരു വിത്ത് പോലെയാണ്. ഇത് മുളപ്പിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പം മനസ്സിലായോ? മുളപ്പിക്കുക എന്നുള്ളത് വളരെ ഈസിയാണ്. ഇന്ന് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചല്ലോ, ഈ വചനം വളരെ ഒന്ന് പെട്ടെന്ന് എല്ലാവരും ആ സ്ക്രീനെ നോക്കിക്കോണം. ഇവിടെ എടുക്കുന്ന വാക്യം ഇതാണ്, ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ എൻ്റെ അർത്ഥം തന്നു കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് എനിക്ക് ജീവിക്കാൻ വേണ്ടിയതും ആത്മീയമായി വേണ്ടതൊക്കെയും ദൈവം എനിക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറ. എനിക്ക് ജീവിക്കാൻ വേണ്ടതും ദാനം ചെയ്തിരിക്കുന്നു. ആമേൻ, ആമേൻ. അപ്പോൾ ഒരു ചോദ്യം, ബ്രദറെ, കാര്യമൊക്കെ ശരിയാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ വിഷയങ്ങൾക്കകത്ത് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ വിഷയത്തിൻ്റെ മേൽ എങ്ങനെയാണ് ഇത് പ്രാവർത്തിക തലത്തിലേക്ക് വരുന്നത് എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ആ കാര്യത്തെ പറ്റിയാണ് കേൾക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ദാനം ചെയ്തിരിക്കുന്നു. ഇനി ഇതേ കാര്യം പഴയ നിയമത്തിൽ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ അനുഗ്രഹത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ആവർത്തന പുസ്തകം കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആവർത്തന പുസ്തകത്തിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന വാക്യം ഇതാണ്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ശ്രദ്ധയോടെ
നീ ദൈവമായ യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് നീ ആജ്ഞാപിച്ചിരിക്കുന്ന സകല കൽപ്പനകളും കേട്ടു പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലെ സകല ജാതികൾക്കും മീതെ ഉന്നതനാക്കും. നിന്റെ ദൈവമായ യഹോവ നിന്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളൊക്കെയും നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. അതിൻ്റെ അർത്ഥം ഇട്ടാവട്ടത്ത് കിടന്ന് കറങ്ങത്തില്ല. വായലിൽ നീ അനുഗ്രഹിക്കപ്പെടും. ഗർഭഫലം, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഓർത്തോണം, ദൈവം തലമുറയെ തന്നിരിക്കും. കൃഷിഫലം, അന്നത്തെ കാലത്ത് കൃഷിയാണെങ്കിൽ ഇന്ന് ജോലി ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങൾ ഫലഭൂഷ്ടിയുള്ളവരായിത്തീരും. മൃഗസമ്പത്തായിക്കോട്ടെ, അതെല്ലാം താഴേക്ക് വരുമ്പോൾ നമുക്കറിയാം, നമ്മൾ എല്ലാ ദിവസവും പറയുന്ന വചനത്തിൻ്റെ ചില ഭാഗങ്ങളുണ്ട്. യഹോവ എൻ്റെ കളപ്പുരകളെയും ഞാൻ തൊടുന്ന എല്ലായിടത്തും അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നു. ആമേൻ. ഇനി ശ്രദ്ധിച്ചോണം, ഇവിടെ നമ്മൾ വായിച്ച ആദ്യത്തതും ഈ രണ്ടാമത്തെ വായിച്ച വാക്യത്തിൽ വലിയൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ തുടങ്ങുന്നത് തന്നെ, പഴയ നിയമം തുടങ്ങുന്നത് തന്നെ, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ശ്രദ്ധയോടെ ഞാൻ ആജ്ഞാപിച്ചത് പ്രമാണിച്ച് നടന്നാൽ. ശ്രദ്ധിച്ചു നോക്കി, ഈ വാക്യം ഞാനിപ്പോൾ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് പ്രമാണിച്ച് നടന്നാൽ, ഇവിടെ നിന്ന് നോക്കിയാൽ പ്രമാണിക്കുക. എന്താ ഈ പ്രമാണിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആർക്കെങ്കിലും അറിയാമോ? ഈ പ്രമാണിച്ച് നടക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, പലപ്പോഴും ഈ ബൈബിളിൻ്റെ ലാംഗ്വേജ് നമ്മൾ നാട്ടിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഭാഷാ ശൈലിയിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യസ്തമാണ്. അത് ആദിമ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതിൻ്റെ ഒരു ഇതാണ്. ആർക്കെങ്കിലും അറിയാൻ പറ്റി ഈ പ്രമാണിച്ച് നടക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തുവാ? ഒറ്റ വാക്കി പറയാവുള്ള, എക്സ്പ്ലെയിൻ ചെയ്യില്ലേ? ആമേൻ. അനുസരിച്ച് നടക്കുക, ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അനുസരിച്ച് നടക്കുക, അനുസരിക്കുക. അപ്പൊ അനുസരിച്ചാൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി. അത് ഒരെണ്ണം അനുസരിച്ചാൽ പോരാ, 1200 കൽപ്പനകൾ. അതിൻ്റെ അകത്താണ് ഈ 10 കൽപ്പനകൾ വരുന്നത്. നമ്മൾ ആകെ കൂടി പഠിച്ചേക്കുന്നത് 10 കൽപ്പനയല്ലേ വേദപാഠ ക്ലാസ്സിലൊക്കെ. അതുകൂടാതെ 1200 കൽപ്പനകളും ആചാരങ്ങളും എല്ലാ അനുഷ്ഠാനങ്ങളും അതിൻ്റെ അകത്തുണ്ട്. 5 വിധമാകുന്ന ഈ യാഗങ്ങളെപ്പറ്റി ബൈബിളിൽ പറയുന്നുണ്ട്. നിങ്ങൾ പഴയ നിയമം വായിക്കുമ്പോൾ നമ്മുടെ തല പുകയും. ഇത്രയും കൽപ്പനകൾ കേട്ടനുസരിച്ചാൽ കർത്താവ് പറയുകയാണ് ഇതെല്ലാം കിട്ടും. ബൈബിൾ പറയുന്നു നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. ഇത് കംപ്ലീറ്റ് ആക്കിയ ഒരാൾ പോലുമില്ല. ബൈബിൾ പറയുന്നു ഇത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ഇപ്പം മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങൾ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് പെട്ടെന്ന് നോക്കിക്കുക, പത്രോസ്ലീഹയുടെ ലേഖനം, ഇതേ ഒരു യഹൂദനാന്ന് ഓർത്തോണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ തൻ്റെ ദിവ്യശക്തി നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അടുത്ത വാക്യത്തിൽ പറഞ്ഞു അവയാൽ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായ വ്യത്യാസം കണ്ടോ? പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചു ഇത് മൊത്തം അനുസരിച്ച് നടന്നാൽ കിട്ടുമെന്ന് പറഞ്ഞത്. പുതിയ നിയമത്തിലേക്ക് ഇവരും പറയുകയാണ് വിളിച്ചപ്പോൾ തന്നെ കിട്ടിയിരിക്കുന്നു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു, 4-ാം വാക്യത്തിൽ അവയാൽ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. നിങ്ങൾ ഈ ലോകത്തിന് മോഹത്താൽ നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അത് നിമിത്തം നിങ്ങൾ സകല ഉത്സാഹം കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോടെ വീര്യത്തോടെ പരിജ്ഞാനത്തോടെ ഇന്ദ്രിയവും ഇന്ദ്രിയത്തോടെ സ്ഥിരതയോടെ ഭക്തിയും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുക. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങളിപ്പം നമ്മൾ കർത്താവ് യേശുവിൻ്റെ മുറിവിനാൽ സൗഖ്യം വരട്ടെ എന്ന് നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. നമ്മൾ വലിയ ധൈര്യമൊക്കെ കാണിച്ച് പ്രാർത്ഥിക്കുന്നില്ലേ? ഇതേപോലെ പഴയ നിയമത്തിലൊരു ഭക്തന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, അറിയാവോ? നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന ധൈര്യത്തിൽ ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. കാര്യം അവൻ പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന സമയത്ത് ആദ്യം പുരോഹിതനായിക്കോട്ടെ പ്രവാചകന്മാരായിക്കോട്ടെ അവരെല്ലാം നോക്കും നിനക്ക് എന്താണ് കുറവ്. ആദ്യം പോയ കുറവ് നികത്തിയിട്ട് വരാൻ പറയും. പിന്നെ അവൻ ചിലപ്പോൾ വന്നില്ലെന്നിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അവൻ്റെ കുറവ് അവൻ്റെ അനുഗ്രഹത്തെ തടസ്സം ചെയ്യുമായിരുന്നു പഴയ നിയമത്തിൽ. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ചില ആൾക്കാർ വിശ്വാസത്തിൽ വന്നിട്ട് പിന്നെയും കർത്താവേ എൻ്റെ കുറവുകളൊന്നും എൻ്റെ അനുഗ്രഹത്തിന് തടസ്സമാകല്ലേ, അവർ ജീവിതത്തിൽ രക്ഷപ്പെടത്തില്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. എന്ന് തീരാൻ ഈ കുറവൊക്കെ. ഇപ്പോൾ പത്രോസ്ലീഹ പറയുക, കർത്താവേ എനിക്ക് ഭയങ്കര ബലഹീനതയുണ്ട്, കർത്താവ് എന്നാ ചെയ്യും? പൗലോസ്ലീഹ പറഞ്ഞു, കർത്താവ് എനിക്ക് ഒത്തിരി ബലഹീനതയുണ്ട്. കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞു 2 കൊരിന്ത്യർ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതകളിൽ തികഞ്ഞു വരും. മനസ്സിലാകുന്നുണ്ടോ? നമുക്കൊരു കുറവുണ്ടെങ്കിൽ ആ കുറവ് എൻ്റെ തടസ്സമാണെന്ന് പറഞ്ഞാൽ തടസ്സമാണ്. പക്ഷെ എനിക്ക് കുറവുണ്ട്, സത്യമാണ്. കർത്താവ് എൻ്റെ കുറവ് നീക്കി എന്നെ സാക്ഷിയാക്കി മാറ്റും. അതിന് ദൈവത്തിന് കഴിയും. ഇങ്ങനൊന്ന് പറഞ്ഞു നോക്കിയേ, പുതിയ നിയമത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേലേക്ക് വ്യാപരിക്കുന്നത് കാണാൻ പറ്റും. ആമേൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവിടെ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ
വാക്തത്വങ്ങൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ കാരണം. അതുകൊണ്ടാണ് സിസ്റ്ററെ, ഞാനിപ്പം നമ്മുടെ ഷേർലി സിസ്റ്റർ എന്നെ കേൾക്കുന്നുണ്ടോ? ഷേർലി സിസ്റ്റർക്ക് ഒരു സാക്ഷ്യം എനിക്ക് അയച്ചു തന്നായിരുന്നു. സിസ്റ്ററെ മ്യൂട്ട് മാറ്റി ഇപ്പം കേൾക്കാൻ പറ്റുന്നുണ്ടോ സിസ്റ്റർക്ക്? ഷേർലി സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? ഞാലിയാകുഴിയിലെ എനിക്കൊരു സാക്ഷ്യം ഇന്ന് അയച്ചു തന്നില്ലായിരുന്നോ? ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. സിസ്റ്റർ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഷേർലി സിസ്റ്റർ എന്നെ കേൾക്കുന്നുണ്ടോ? ഞാലിയാകുഴിയിലെ കേൾക്കുന്നുണ്ട്. സിസ്റ്റർ എനിക്ക് ഇന്നലെ സാക്ഷ്യം അയച്ചതിൽ സിസ്റ്റർ ഒന്ന് പറഞ്ഞു, ചുരുക്കത്തിൽ പറഞ്ഞോണേ. സിസ്റ്റർക്ക് നടുവേനായിരുന്നുള്ള സാക്ഷ്യം എനിക്ക് അയച്ചു തന്നില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ നാളെ 8 ദിവസമാവും. ഭയങ്കരമായ നടുവിന് വേദനയായിരുന്നു. ഞാൻ വളരെയധികം ഒത്തിരി ഭയങ്കര വേദനയായിരുന്നു. എനിക്ക് നേരെ കിടക്കാം, തിരിഞ്ഞും മറിഞ്ഞും കിടക്കത്തില്ല. എന്നിട്ട് ഇരിക്കുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് മോന് മോനെ പല്ലടിപ്പിക്കാൻ പോകാൻ ഒരുങ്ങിയതാ. അവനെ പല്ലടിപ്പിച്ചിട്ട് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് എനിക്ക് ആശുപത്രി പോകണമെന്ന് വിചാരിച്ച് ഞാൻ പോയതാ. പക്ഷെ എനിക്ക് പിന്നെയും ആശുപത്രി പോകാനുള്ള മടികൊണ്ട് ഞാൻ പോയില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കിടക്കുമ്പോഴൊക്കെ എന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം തന്നെ. ഒരു മിനിറ്റ് സിസ്റ്റർ, മ്യൂട്ടായി പോയ എല്ലാവരും മ്യൂട്ട് മാറ്റല്ലേ. സിസ്റ്റർ ഒന്നുകൂടെ പറഞ്ഞേ, എല്ലാവരും മ്യൂട്ട് മാറ്റല്ലേ. സിസ്റ്ററെ പറഞ്ഞോ. ഷേർലി സിസ്റ്റർ പറഞ്ഞോ. ഇവിടുന്ന് ഞാൻ മറ്റൊരാളെ മ്യൂട്ടാക്കിയപ്പോൾ മ്യൂട്ടായിപ്പോയി. ഷേർലി സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് മ്യൂട്ട് മാറ്റരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ്. സിസ്റ്ററെ പറഞ്ഞു. പറഞ്ഞു സിസ്റ്ററെ, ഞാൻ ഇവിടുന്ന് മ്യൂട്ടായിപ്പോയി. പറഞ്ഞു. എനിക്ക് ഒരാഴ്ച ആയിരുന്നു സുഖമില്ലാതായിട്ട്. പിന്നെ അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിക്കാൻ ഞാൻ മെനക്കെട്ടില്ല. പോണെന്ന് വിചാരിച്ച് ഹോസ്പിറ്റലിൽ പോകാൻ രാവിലെ എഴുന്നേറ്റാ, പിന്നെ ഞാൻ പോയില്ല. മോന് പല്ലുവേദനയാണ്ട് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ട് പല്ല് എടുപ്പിച്ചിട്ട് തിരിച്ചു വന്ന് പോകാമെന്ന് വിചാരിച്ച. പക്ഷെ എത്രയോ പെട്ടെന്നുണ്ട്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം തന്നതിനായി നന്ദിയെന്ന്. ഞാൻ ജോലിക്ക് പോവുകയും ചെയ്യും. ഞാനിങ്ങനെ പറഞ്ഞു തന്നെ 8 ദിവസം എനിക്ക് ആ വേദന കണ്ടിന്യൂ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് നേരെ കിടക്കാനേ പറ്റത്തില്ല, തിരിഞ്ഞു കിടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. എന്നിട്ട് ഇരിക്കാൻ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. പക്ഷെ ജോലിയൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ അതിങ്ങനെ പെട്ടെന്ന് അങ്ങ് മാറുമായിരുന്നു. ഇത് പെട്ടെന്ന് ഒരൊറ്റ ദിവസം ഒറ്റ പ്രാർത്ഥനയിൽ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം തന്നതിനായി. അപ്പൊ തന്നെ അത് പോവുകയും ചെയ്തു. ആമേൻ. തീർച്ചയായിട്ടും പ്രിയ, ഞാൻ എന്തുകൊണ്ടാണ് ഈ സാക്ഷ്യം പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കിന്ന് കഴിഞ്ഞ ദിവസം അയച്ചെന്നപ്പോൾ ഞാനത് കണ്ടതാണ്. സിസ്റ്റർ പറഞ്ഞു 8 ദിവസമായിട്ട് സിസ്റ്റർ കിടക്കാനോ ഒന്നും കഴിയാതെ നടുവേദന ഭയങ്കര ഭാരപ്പെടുമായിരുന്നു. ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സ് പറഞ്ഞു, കർത്താവിൻ്റെ മുറിവിൽ എനിക്ക് സൗഖ്യമുണ്ടല്ലോ. കൈവച്ചു പ്രാർത്ഥിച്ചു. കർത്താവ് അത് പറഞ്ഞുകൊണ്ടിരുന്നു, കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യമുണ്ട്, ആരോഗ്യമുണ്ട്, സൗഖ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ആ വേദന ഒറ്റ ദിവസം കൊണ്ട്, അത്രയും ദിവസം പിടിച്ചു നിന്ന 8 ദിവസമായിട്ട് നടക്കാനോ ജോലി ചെയ്യാനോ ഒന്നും പറ്റാതിരുന്ന ആ വേദന പിടിച്ചു കെട്ടിയ പോലെ സൗഖ്യമായി. ഞാൻ എന്തിനാണ് ഈ സാക്ഷ്യം പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇതൊരു പഴയ നിയമ ഭക്തനെ കൊണ്ട് കഴിയത്തില്ല. പഴയ നിയമത്തിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നുവെങ്കിലും അവൻ്റെ കുറവുകൾ ചിലപ്പോൾ അവൻ്റെ അനുഗ്രഹത്തിന് തടസ്സപ്പെട്ടേക്കാം. കാരണം അവനെപ്പറ്റി ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ഇത് ചെയ്താലേ നീ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. അപ്പോൾ അവൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റും കൂടെ വേണം. പക്ഷേ പുതിയ നിയമത്തിൽ കണ്ടില്ലേ, കർത്താവായ യേശു എൻ്റെ മുറിവേറ്റത് കൊണ്ട്, എൻ്റെ വേദന എടുത്തത് കൊണ്ട്, യേശുവിൻ്റെ തിരുമുറിവിനാൽ, അതാണ് ശ്രദ്ധിച്ചോണം, അതാണ് വാഗ്ദത്തം. വിലയേറിയ വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നു. ഞാനിപ്പോൾ വാക്യം തന്നെ നിങ്ങൾക്ക് ഞാൻ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നല്ലോ. വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇത് ശ്രദ്ധിച്ച് നോക്കി. ആ വാഗ്ദത്തമാണ് ഇപ്പോൾ ഷേർലി സിസ്റ്റർ എന്ത് ചെയ്തത്, എടുത്തിട്ട് ആ 8 ദിവസമായിട്ട് അതികഠിനമായ നടുവേദന, ജോലി പോലും ചെയ്യാതെ നടക്കാനോ കിടക്കാനോ ഒന്നും കഴിയാതെ അതികഠിനമായിട്ടുള്ള വേദനയുടെ മേലേക്ക് ഈ വാഗ്ദത്തം എന്ത് ചെയ്തു, വെറും വചനമാണ്, അത് എടുത്തു വെച്ചിട്ട് പറയാൻ തുടങ്ങി, കൈ വെച്ചിട്ട്, ഈ കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാവോ, ഈ വാഗ്ദത്തമായിരിക്കുന്ന വചനം ജീവൻ വെച്ച് സൗഖ്യമായി ഒറ്റയടിക്ക് അത് മാറി. ഇപ്പം മനസ്സിലായോ? ഇതാണ് പുതിയ നിയമം. പുതിയ നിയമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് തന്നു കഴിഞ്ഞതുകൊണ്ടാണ് ആക്റ്റീവ് ആകുന്നത്.
നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദൈവം ദാനം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇനി അതിനു വേണ്ടി നിങ്ങളൊന്നും ചെയ്യണ്ട. ഇപ്പോൾ ഷേർലിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറയാം, ബ്രദറെ എനിക്ക് അതികഠിനമായ വേദനയാണ്, ഞാൻ എന്നാ ചെയ്യണം? ഇപ്പം ഞാൻ പറയാം, സഹോദരി ആ കുറവുണ്ട് കേട്ടോ, ഈ കുറവുണ്ട് കേട്ടോ, അതെല്ലാം നികത്തി തിരിച്ചു വാ എന്ന് പറഞ്ഞാൽ ആ കുറവെല്ലാം നികത്തി തിരിച്ചു വരുമ്പോഴേക്ക് പിന്നെ കിടക്കേണ്ട അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് കർത്താവിന് മനസ്സിലായിട്ട് തമ്പുരാൻ എന്ത് ചെയ്തു? ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് പഴയ നിയമത്തെ താൻ നിവർത്തിച്ചിട്ട് പുതിയൊരു നിയമം സ്ഥാപിച്ചു. പുതിയൊരു നിയമത്തിൻ്റെ പ്രത്യേകത, പുതിയ നിയമത്തിൽ വിശ്വാസികളാണ് നിങ്ങളോട് ഞാൻ പറയുന്നു, കർത്താവിൻ്റെ വചനം എടുത്തു വെച്ചൊന്ന് പ്രാർത്ഥിക്കുക എന്നല്ല, ഒന്ന് പറയുക, ഏറ്റെടുക്ക്. അതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം, യേശുവാണ് ഇതിൻ്റെ ആധാരം. ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ഓരോ അനുഗ്രഹങ്ങളും നിങ്ങളുടെ പുതിയ നിയമത്തിലെ ഒരു പ്രാർത്ഥനയും ശ്രദ്ധിച്ചോണം. ഇത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയല്ല, കിട്ടിക്കഴിഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നന്ദി പറഞ്ഞത് ഏറ്റെടുക്കുക. നമ്മൾ ഈ വാഗ്ദത്തങ്ങളെ നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇതാ പുതിയ നിയമം. യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് ഇതിൻ്റെ അകത്ത് സുധീഷ് എന്ന് പറയുന്ന ഒരു പേര് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സുധീഷിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലേക്ക് ഒരു നിർബന്ധം തരികയാണ്. കർത്താവെ, ഞാൻ സുധീഷിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സുധീഷിൻ്റെ ഭവനത്തിൻ്റെ മേൽ വലിയ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ കർത്താവ് ഇന്ന് അയക്കാൻ വേണ്ടി പോകണം. ആ ഭവനത്തിൻ്റെ മേൽ കർത്താവ് എന്നെ കാണിക്കുന്ന ആ ഭവനത്തിൻ്റെ ഷെയ്പ്പ് തന്നെ മാറ്റുന്ന രീതിയിൽ ഭൗതികമായി തന്നെ ഞാൻ പറയുന്നത് ആ കുടുംബ അന്തരീക്ഷത്തിൻ്റെ മേലും ആ കുടുംബ ഭവനം വെച്ചിരിക്കുന്നതിൻ്റെ അന്തരീക്ഷം പോലും അതിൻ്റെ ഷെയ്പ്പ് പോലും കർത്താവിൻ്റെ അനുഗ്രഹത്താൽ ചേഞ്ച് ആകാൻ വേണ്ടി പോവാണ്. ആ കുടുംബത്തിൻ്റെ അകത്തൊന്നും കർത്താവ് എന്നെ ഒരു വാക്കിങ്ങനെ ദൈവാത്മ പറയുന്നു, ഈ വരുന്ന ദിവസത്തിൻ്റെ അകത്ത് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിയെ കാണാൻ വേണ്ടി പോവാം. ഞാനൊരു കാഴ്ച കാണുന്നു. എന്നോട് ഇങ്ങനെ ഒരു കർത്താവ് ഒരു വാക്ക് പറയുന്നു, ഇനി നിലവിളി അവിടെ ഉയരത്തില്ല, ദൈവത്തിൻ്റെ കൃപ അവിടെ വ്യാപരിക്കാൻ വേണ്ടി പോവാണ്, സാക്ഷ്യങ്ങളെ തമ്പുരാൻ തുറക്കാൻ വേണ്ടി പോവാണ്. ഞാൻ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനം ചെയ്തിരിക്കുന്ന കർത്താവ്. ഞാൻ എന്തുകൊണ്ട് ഇടയ്ക്ക് നിങ്ങളോട് ഇത് പേരുകൾ ഇപ്പോൾ ചോദിക്കാത്ത എന്താ വെച്ചാൽ ഈ വചനം ഒന്ന് കംപ്ലീറ്റ് ആയതിനു ശേഷം ആലോചന, അതുകൊണ്ട് ഞാൻ മ്യൂട്ട് മാറ്റാത്തത്, ആലോചനകൾ നിങ്ങൾ പറഞ്ഞാൽ മതി. കാരണം വെച്ചാൽ ഈ വചനം ഇത് പറഞ്ഞുകൊണ്ടിരിക്കും എനിക്കറിയാം ദൈവത്തിൻ്റെ വലിയൊരു ഓവർഫ്ലോ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ ആ വചനം അങ്ങോട്ട് അപ്ലൈ ചെയ്തു, അത്ഭുത സൗഖ്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ സംഭവിക്കുകയാണ്. ആമേൻ. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നൽകിയിരിക്കുന്നു. പഴയ നിയമം വായിക്കുന്ന സമയത്ത് ആവർത്തന പുസ്തകമാണ് നിങ്ങൾ ആദ്യമായിട്ട് വായിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സ് മൊത്തം നിറഞ്ഞിരിക്കുന്നത് കർത്താവേ ഇതങ്ങനെ അനുസരിച്ച് ഞാൻ എങ്ങനെ രക്ഷപ്പെടണം. 1200 കൽപ്പനകളുണ്ട് ഇതിൻ്റെ അകത്ത്, ഇനിയുണ്ട് കേട്ടോ. അതിൽ കൂടാതെ ഇതെല്ലാം അനുസരിച്ച് എങ്ങനെ നിങ്ങൾ ഉയർച്ച പ്രാപിക്കും, എങ്ങനെ നിങ്ങൾ വാലല്ല തലയാകും, എങ്ങനെ നിങ്ങളുടെ കളപ്പുരകളും നിങ്ങളുടെ തലമുറകളിലെ ഉദരഫലവും ഒക്കെ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ടാണ് യഹൂദന്മാർ ആയ വ്യക്തികളെ കൊണ്ട് തന്നെ കർത്താവിൻ്റെ വചനം എഴുതിപ്പിച്ചിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞ് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നിട്ട് റോമാലേഖനം പറയുന്നിരിക്കുന്നു, ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജടത്തിൻ്റെ സദൃശ്യത്തിലും പാപനിമിത്തവും ഭൂമിയിലേക്ക് അയച്ചു. യേശു വന്നതിൻ്റെ അനുഗ്രഹമാണ്. നമ്മുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബൈബിളുമായിട്ട് ബന്ധം കുറവ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഒരു ചിന്തയിൽ ബൈബിൾ ഒരു ആശ്വാസത്തിൻ്റെ പുസ്തകമാണ്. അല്ല, ബൈബിൾ ഒരു അത്ഭുതത്തിൻ്റെ പുസ്തകമാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ ജീവിത അവസ്ഥകളെ തിരുത്തി കുറിക്കുവാൻ കഴിയുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ആമേൻ. നിങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തെ മാറ്റി ഈ വചനം കേട്ടോണ്ടിരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഓർക്കുന്നത് ബ്രദറെ ഞാനിത് വെറുതെ കേട്ടോ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ എത്ര പേർക്ക് ഈ കൂട്ടായ്മയെ കൂടിയിട്ട് വചനം കേട്ടിട്ട് വീടിൻ്റെയും കുടുംബത്തിൻ്റെയും നിങ്ങളുടെ ലൈഫിൻ്റെ അന്തരീക്ഷം മാറിയവർ എത്ര പേരുണ്ട്? എത്ര പേർക്ക് മാറി? അതിനുവേണ്ടി പ്രത്യേകിച്ച് വല്ല പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചോ നിങ്ങൾ? ഒരു മിനിറ്റ്, അതിനുവേണ്ടി വല്ല പ്രത്യേക പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിച്ചോ? ഇല്ല, ഈ വചനം ആമേൻ. അതിന്റെ കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ഈ വചനം കേൾക്കുമ്പം നിങ്ങളുടെ വീട്ടിലോട്ട് ഈ വചനത്തെ നിങ്ങൾ ക്ഷണിക്കുകയാണ്, ദൈവത്തെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളിത് കേട്ടാൽ മതി. ചിലർ പറയും ബ്രദറെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഞാൻ പറയും ചുമ്മാ ഓണാക്കി വെക്ക്. ഞാൻ അങ്ങനെ പറയാറുണ്ട്. ചിലർ പറയും ബ്രദർ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ബ്രദർ പറയുന്നത് എന്ന് വെച്ചാൽ ഈ വചനങ്ങൾ അത് ബൈബിളുമായിട്ട് പരിചയമില്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞത്. ബ്രദർ ചിലപ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ പറയാം അങ്ങനെ മനസ്സിലാകുന്നില്ലെങ്കിൽ ഓണാക്കി വെച്ചാൽ മതി. കാര്യം ഇത് വചനമാണ്. നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിലും പിശാചിനത് മനസ്സിലാവും, നിങ്ങളുടെ കുടുംബത്തിൻ്റെ നെഗറ്റീവ് അന്തരീക്ഷത്തിന് അത് മനസ്സിലാവും. ഏതെങ്കിലും പ്രതികൂലങ്ങളോ ബന്ധനങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നറിയാവോ? നിങ്ങൾക്കറിയത്തില്ല, പക്ഷെ അതിന് മനസ്സിലാവും.
പിടികിട്ടിയോ? യേശുക്രിസ്തു വന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി, യേശുക്രിസ്തു വരുന്ന സമയത്ത് ഭൂതങ്ങൾ അവിടെ അനങ്ങാതിരിക്കും. പക്ഷെ കർത്താവ് വന്നപ്പോൾ ചാടി ആക്റ്റീവ് ആകുക. മനസ്സിലാകുന്നുണ്ടോ? അതുവരെ ഓർത്തുകൊണ്ടിരുന്നത് ഏതോ രോഗമാണ്. പക്ഷെ യേശു അടുത്ത് വന്നപ്പോൾ ഭൂതം പറയുവാണ്, ദൈവപുത്രാ നിനക്കും എനിക്കും തമ്മിൽ എന്നാ ബന്ധം. അപ്പം നാട്ടുകാർക്ക് ഇവൻ എവിടുന്ന പിശാചിനെ കൊണ്ടുവന്നത്? അവൻ്റെ അകത്തുണ്ടായിരുന്നു. പക്ഷെ യേശു വന്നപ്പോഴാണ് ഇവൻ ചാടി പുറത്തോട്ട് വന്നത്. ഇപ്പം മനസ്സിലായോ? വചനം കേൾപ്പിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ, ഞാനിതാ പലപ്പോഴും പറഞ്ഞു, നിങ്ങൾ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നമ്മുടെ വീണ്ടും ഇത് റെക്കോർഡിംഗ് കിടപ്പുണ്ട്. തന്നെയും പിന്നെയും വെച്ച് കേൾപ്പിക്കുക കുടുംബത്തിൽ. ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തെ ചേഞ്ച് ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ കാണാൻ പറ്റും. ആമേൻ. അപ്പം അതിമഹത്തായ വാക്തത്വങ്ങൾ. അപ്പം ഇത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്. അതുകൊണ്ടാണ് പലപ്പോഴും വചനം വായിക്കരുത് എന്ന് ഞാൻ പറയുന്നത്. വചനം വായിക്കുന്നതല്ല, വചനം പറയാനുള്ളതാണ്. നമ്മളെ കുഴപ്പമെന്ന് വെച്ചാൽ ബൈബിൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും, കഥ വായിക്കുന്നത് പോലെ അല്ല. ആ ബൈബിൾ വായിച്ചതിന് ശേഷം ആ വചനം പറയണമെങ്കിൽ എന്ത് ചെയ്യണം? കാണാപ്പാഠം പഠിക്കണം. എന്ത് ചെയ്യണം? ഹൃദയത്തിലോട്ട് ഇത് കൊണ്ടുവരണം. ഇപ്പം പിടികിട്ടിയോ? വായിക്കാൻ എളുപ്പം. ഞാനിപ്പോൾ ഒറ്റ അടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് തോന്നുന്നത് ദൈവകൃപയാൽ ഈ ബൈബിള് പലതവണ വായിച്ചു തീർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പുതിയ നിയമം പലതവണ വായിച്ചു തീർത്തിട്ടുണ്ട്. അപ്പം അത് വായിച്ചു തീർത്തു. പക്ഷെ എനിക്ക് എല്ലാ വാക്യങ്ങളും നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. കാര്യം വായിച്ചിട്ടുണ്ട്, ഞാൻ ബൈബിൾ വായിച്ച് തീർത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു സങ്കീർത്തനത്തിൽ നിന്നോ ഏതെങ്കിലും പുതിയ നിയമത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ നിന്ന് എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് നോക്കേണ്ടി വരും. കാരണം എല്ലാം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സേവ് ചെയ്തിട്ടില്ല. പക്ഷെ ചില വചനങ്ങൾ എനിക്കിപ്പോഴും അറിയാം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് കൊണ്ട് അതെനിക്ക് ഓർമ്മയിലുണ്ട്. ഈ ദിവസങ്ങളിൽ വാക്തത്വം എടുത്തിട്ട് ഞാൻ സിസ്റ്ററുടെ ഷേർലീസ്റ്ററുടെ സാക്ഷ്യം പറയിപ്പിച്ചു. അതുകൊണ്ടാണ് അത് നിങ്ങൾ എന്ത് ചെയ്തു? സിസ്റ്റർ അത്രയും വേദന അത് അനുഭവിച്ചു. ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. മോനെയായിട്ട് ഓൾറെഡി ഹോസ്പിറ്റലിൽ പോയി. പക്ഷേ സിസ്റ്റർ ഒരു കാര്യം ഓർത്ത്, എൻ്റെ ദൈവമേ അങ്ങയുടെ തിരുമുറിവിൽ എനിക്ക് സൗഖ്യം ഉണ്ടല്ലോ. എന്നിട്ട് എന്ത് ചെയ്തു? കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആൻറ്റിബയോട്ടിക് കഴിച്ചാലും മാറത്തില്ല, പിന്നെ മാറും. പാരസെറ്റമോൾ കഴിച്ചാലും മാറത്തില്ലേ? മാറും. അതിനെല്ലാം കാശ് മുടക്കണ്ടേ? ഇതെല്ലാം നമുക്ക് ചിലർ പറയാറില്ല, അതിനെല്ലാം സൈഡ് എഫക്റ്റ് ഉണ്ട്. ഞാൻ ഇതൊന്നും മെഡിക്കലിനെ വീടിനെ കുറ്റം പറയില്ല. നമ്മുടെ മുമ്പിൽ ഫസ്റ്റ് പ്രയോറിറ്റി കിടപ്പുണ്ട്. അതൊന്ന് ചെയ്ത് നോക്ക്. നിങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്ത്, ഒരു ഓയിൽമെൻ്റ് എടുത്ത് അപ്ലൈ ചെയ്യുന്നത് പോലെ, നമുക്കൊരു മുറിവ് പറ്റുമ്പോൾ ഒരു ഓയിൽമെൻറ്റ് തൂക്കുന്നത് പോലെ ആ വചനം ഒന്ന് ഭക്ഷിച്ച് 3 നേരം ഒന്ന് പറഞ്ഞേ, ഉറപ്പിച്ച് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് തുടരാൻ കഴിയത്തില്ല. നിങ്ങളുടെ വിഷയത്തിൽ പുറത്തു വന്നേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ സ്ഥിതി മാറിയേ പറ്റത്തുള്ളൂ. നിങ്ങൾ അത്ഭുതമായേ പറ്റത്തുള്ളൂ. കാര്യം വാക്തത്വങ്ങൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ വരും ദിവസങ്ങളിൽ ചോദിക്കും. എന്താ ചോദിക്കാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ നിയമത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ ഒറ്റ വ്യത്യാസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു അനുസരിച്ചാൽ കിട്ടും. പുതിയ നിയമത്തിലേക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, യേശു എനിക്ക് വേണ്ടി അനുസരിച്ചത് കൊണ്ട് വിശ്വസിച്ചാൽ കിട്ടും. ഇതാ വ്യത്യാസം. മനസ്സിലായി? ഇവിടെ കണ്ടുകൊണ്ടോ? ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ചെയ്തിരിക്കുന്നു. എന്തിയെ? തപ്പണം പോയി. വാക്തത്വത്തിൻ്റെ രൂപത്തിലാണ് കിടക്കുന്നത്. അതൊന്ന് മുളപ്പിക്കണം. ആ വചനം ഒന്ന് എഴുതി വെച്ചൊന്ന് പ്രാർത്ഥിച്ച കടഭാരവും രോഗവും ഒക്കെ മാറിയിരിക്കും. ഇപ്പം രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം നമ്മൾ കേട്ടില്ല ഇതിൻ്റെ ഇടയിൽ. എങ്ങനെയാണ് മാറിയത്? ബ്രദർ പ്രാർത്ഥിക്കാൻ വേണ്ടി വീട്ടിൽ വന്നോ? ഇല്ല. ആ വാക്തത്വം എടുത്ത് എന്ത് ചെയ്തു? അപ്ലൈ ചെയ്തു. ഇതേപോലെ ഇഷ്ടംപോലെ വചനം കിടപ്പുണ്ട്, വാക്തത്വങ്ങൾ കിടപ്പുണ്ട്. എടുത്ത് ഉപയോഗിക്കുക. അതങ്ങ് മുളപ്പിക്കുക, നനയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നാശം വിട്ടൊഴിയും. ശ്രദ്ധിച്ചു നോക്കിയാൽ വനം കൊണ്ടൊക്കെ നാശം വിട്ടൊഴിയും. വരും ദിവസങ്ങളിൽ നമുക്ക് താഴോട്ടുള്ള കാര്യങ്ങളെ ചിന്തിക്കാം. പുതിയ നിയമത്തിൻ്റെ 3ാമത്തെ ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടിരിക്കുന്നത്. ഈ 3 ഭാഗം, 1 നമ്മൾ തുടങ്ങി. എന്താണ് പുതിയ നിയമം? രക്തത്താൽ സ്ഥാപിക്കപ്പെട്ടത്. 2-ാം ദിവസം കേട്ടു. ഇത് 3-ാം ദിവസമാണ്. ഇത് തുടർച്ചയായിട്ട് കേൾക്കണം, എങ്കിലേ നിങ്ങളുടെ ഉള്ളത്തിലോട്ട് ഇത് കയറത്തുള്ളൂ. ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി കർത്താവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, പരിശുദ്ധ താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ വലിയ കൃപ എന്ന് ചൊരിയുന്നില്ല. ഞാനൊരു പേര് കേൾക്കുക എൻ്റെ മനസ്സിലോട്ട്. ഒഫീഷ്യൽ നെയിം അല്ല, എനിക്ക് തോന്നുന്നത് പൊന്നപ്പൻ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. അങ്ങനെ ഒരു വിളിപ്പേരാണ് ഞാൻ കേൾക്കുന്നത്. ആ വ്യക്തിയെ മാത്രമല്ല, ആ വ്യക്തിയല്ല യഥാർത്ഥത്തിൽ സ്പർശിക്കുന്നത്, ആ വ്യക്തിയുടെ കുടുംബത്തെയാണ്. ആ വ്യക്തിയെ എനിക്കറിയത്തില്ല, പക്ഷെ ആ വ്യക്തിയുടെ കുടുംബത്തെ, ആ വിളിപ്പേരുള്ള ഒരു വ്യക്തിയുടെ കുടുംബത്തെ ദൈവം സ്പർശിച്ചിട്ട് ആ വ്യക്തിയുടെ മകളുമായി ബന്ധപ്പെട്ട് ഒരു വിഷയത്തെ ഞാൻ കർത്താവിൽ കാണിക്കുന്നു. അധികം ഹൈറ്റ് ഇല്ലാത്ത ഒരു സഹോദരിയാണ്. ആ സഹോദരിയുടെ ശരീരത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പർശനം ഉണ്ടാകുന്നത് ഞാൻ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇറങ്ങിയിട്ട് ദൈവാത്മാവ് നിന്നയെ ദൈവം തുടച്ചു നീക്കാൻ വേണ്ടി പോവാണ്. നിന്നകളെ
തടസ്സങ്ങളെ കർത്താവ് മാറ്റാൻ വേണ്ടി പോവാണ്. ഈ ദിവസങ്ങളിൽ കേട്ടോണം, യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തിയെ ഇന്ന് അവിടെ ദൈവം തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. നന്ദി കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അത്ഭുത സാക്ഷ്യത്തിന് നന്ദി കർത്താവേ. അത്ഭുതകരമായ സാക്ഷ്യത്തിന് നന്ദി പറയുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. നന്ദി കർത്താവേ. ഞാൻ മറ്റൊരു ഭവനത്തെ കാണുന്നു. മറ്റൊരു ഭവനത്തിൻ്റെ അകത്ത് കയറി വരുന്ന ഹോളിൽ തന്നെ ഞാൻ കാണുന്ന ഒരു 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 പ്രിൻ്റായിട്ടുള്ള ഒരു പ്രിൻ്റാണ് കാണുന്നത്. ആ പ്രിൻ്റിൽ എഴുതിയേക്കുന്ന ദിവ്യകാരുണ്യം എന്ന് എഴുതിയേക്കുന്ന ഒരു 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 കളർ പ്രിൻ്റ് ചെയ്തേക്കുന്ന ഒരു പേജാണ് ഞാൻ കാണുന്നത്. അത് ഹോളിൽ തന്നെ ഇരിപ്പുണ്ട്. ഹോളിൽ തന്നെ വെച്ചേക്കുന്ന ഒരു സ്ഥലം, ദിവ്യകാരുണ്യം എഴുതി വെച്ചിരിക്കുന്ന എഴുതി വെച്ചേക്കുന്ന എന്താ പറയുന്നത്, അതിൻ്റെ ഒരു പേപ്പർ പോലെ, പേപ്പർ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പ്രിൻ്റ് ചെയ്തേക്കുന്നതാണ്, കളർ പ്രിൻ്റാണ് ഞാൻ കാണുന്നത്. അത് വെച്ചിരിക്കുന്ന ഒരു ഭവനം ഞാൻ കാണുന്നു. ആ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു സ്പർശനം ഉണ്ടായിട്ട് എന്നോട് കർത്താവ് ഇന്ന് ഒരു വാക്ക് പറയുന്നു. ആ കുടുംബത്തിലെ തലമുറകളുടെ ഭാവിയെ ദൈവത്താൽ സാക്ഷ്യമുള്ള തലമുറകളാക്കി തമ്പുരാൻ മാറ്റാൻ വേണ്ടി പോണ ഒരു തലവേദനയല്ല, അവരുടെ ദൈവത്തിൻ്റെ വലിയ മഹത്വം അവരുടെ തലമേൽ വരാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വലിയ കൃപയെ അങ്ങ് ചൊരിയുന്നല്ലോ, അങ്ങയുടെ വലിയ മഹത്വത്തെ അങ്ങ് ചൊരിയുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചു. ഈ ദിവസങ്ങളിൽ സാമ്പത്തിക പരാജയത്തിലൂടെ കടന്നു പോകുന്നവർ എൻ്റെ കൂടെ എന്ന് 2-3 പ്രാവശ്യം ഒന്ന് പറയണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വാരി വിതറി കൊടുക്കും. ഞാൻ വായ്പ വാങ്ങത്തില്ല. ഞാൻ വാരി വിതറി കൊടുക്കും. ഞാൻ വായ്പ വാങ്ങത്തില്ല. ബിസിനസ്സും ജോലിയിലും നിങ്ങൾ വർദ്ധിക്കാൻ വേണ്ടി പോകും. ഞാൻ വെറുതെ പറയില്ല, എൻ്റെ കൂടെ പറഞ്ഞേ അത് റിലീസ് ചെയ്യുക. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുക. നിങ്ങളുടെ വാക്കിന്, ഞാൻ ഈ പറയുന്ന, എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ വാക്കിൽ ശക്തിയുണ്ടെന്ന്, എൻ്റെ നാവിൽ ഞാൻ റിലീസ് ചെയ്യുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. നിങ്ങളും വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. യേശുവേ എന്ന് വിളിക്കുന്ന നാവ് തീയ. യേശുവിനെ വിളിക്കുന്ന നാവിൽ നിന്നൊരു വാക്ക് വന്നാൽ അത് അത്ഭുതമാണ്. യേശുവേ എന്ന് വിളിക്കുന്ന നാവ്, പിശാചെന്നല്ല നമ്മൾ വിളിക്കുന്നത്, സാത്താനെ അല്ല നാം വിളിക്കുന്നത്, ലോകത്തിൻ്റെ ഏതെങ്കിലും ഒന്നിനെ അല്ല നാം വിളിക്കുന്നത്, ജീവനുള്ള ദൈവത്തെ നാം വിളിക്കുന്നത്. നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കിന് ശക്തിയുണ്ട്, അതിനെ റിലീസ് ചെയ്യുന്നു. എല്ലാ കടഭാരത്തിൻ്റെ കുരുക്കുകളെയും പൊട്ടിക്കുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് അത്ഭുതകരമായ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. കർത്താവ്, ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന പല വിഷയത്തിൻ്റെ അകത്ത് ഭാരപ്പെടുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോടണം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് പരസ്പരം പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളിനി ആ വിഷയം പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞില്ലെങ്കിലും ഇപ്പോൾ ഈ നിമിഷം അത്ഭുതമാണ്. രോഗത്താൽ ഭാരപ്പെടുന്ന രോഗമുള്ള ഭാഗത്തോട്ടൊന്ന് കൈവച്ച് ഞാനിങ്ങനെ എലിയുടെ ഭാഗത്ത്, ഈ എലിയുടെ ഭാഗത്ത് ഇടതുവശത്തായിട്ട് ഞാൻ കാണുന്നു കർത്താവിൻ്റെ വലിയൊരു സ്പർശനം. 1-2 വ്യക്തികളുടെ മേലേക്ക് അത് സ്പർശിക്കുന്നു. ചില സമയങ്ങളിൽ കൊളുത്തിപ്പിടിക്കുന്നത് പോലെ വേദന വന്നിട്ട് അസഹ്യമായ വേദനയാണ്. ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഒന്നും മാറുന്നില്ല. ഇപ്പോൾ യേശുവിൻ്റെ മുറിവിൽ സൗഖ്യത്തെ, ആ വാഗ്ദത്തം നമ്മൾ തുറക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത്ഭുത സൗഖ്യത്തെ റിലീസ് ചെയ്യുന്നു. മിറക്കിളിനെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. അത്ഭുതം നടന്നിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ ഒരു ലാസറിൻ്റെ ഭവനത്തെ കർത്താവ് തൊടുകയാണ്. ലാസറിൻ്റെ തലമുറകളെ കർത്താവ് സ്പർശിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പിതാവേ, അങ്ങയുടെ വലിയ പ്രവർത്തികളെ തൊട്ടങ്ങ് അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. അങ്ങയുടെ അത്ഭുതം ഇപ്പോൾ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്തോണം. ഹോസ്പിറ്റലുകളിൽ പോയി ചെക്ക് ചെയ്യുക. യേശുവിൻ്റെ നാമത്തിൽ ആ റിസൾട്ട് കാണുന്നത് വരെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ തിരുമുറിവിൽ നമ്മുടെ അവകാശമാണ് അത്ഭുതം. കർത്താവ് അത് ചെയ്തിരിക്കും. ദൈവത്താൽ അത് സംഭവിച്ചിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ മിറക്കിൾ മണി റിലീസ് ചെയ്യുന്ന, ജോലിയിൽ വർധനവുണ്ടാകട്ടെ, ബിസിനസ്സിൽ വർധനവുണ്ടാകട്ടെ. കർത്താവ്, കുടുംബ ജീവിതത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച, ഭവനത്തിൻ്റെ അകത്ത് കെട്ടപ്പെട്ട അവസ്ഥകളിൽ നിന്നും പുറത്തോട്ട് പോകാൻ പോവാണ്. നിങ്ങളൊരു സാക്ഷ്യമാകാൻ. ഒരു സഹോദരി ഇങ്ങനെ പറയുന്നൊരു വാക്ക് ഞാൻ കേൾക്കുന്നു, നല്ലൊരു ജോലി എനിക്ക് ഉണ്ടായിരുന്നു, നല്ലൊരു ജോലി ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ ഒന്നും അല്ലാത്തവളെ പോലെ ഇരിക്കുന്നു. എനിക്ക് എൻ്റെ കുടുംബത്തിലൊരു സാക്ഷിയാകണം. യേശുവിൻ്റെ നാമത്തിൽ ആ സഹോദരിയെ പറ്റി കർത്താവ് പറഞ്ഞു. 2 പേരെ ദൈവം തുറന്നു. ഒന്ന് വിദേശത്തിരുന്നുകൊണ്ട് ഇത് പറയുന്ന ഒരു വ്യക്തി, 2 നാട്ടിലിരുന്ന്, ഇന്ത്യയിലിരുന്ന് സംസാരിക്കുന്ന വ്യക്തിയെ കർത്താവ്, 2 വ്യക്തികളെ ഒരേപോലെ ഈ ആലോചന ഇടപെടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തി ഉണ്ടാകുന്നു. നിങ്ങളിലൂടെ ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി പോവാണ്. കർത്താവ് ആ പ്രാർത്ഥന കേട്ട് അതിന് മറുപടിയെ തരികയെന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പാ, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ.
പിതാവേ, ഇന്ന് യൂട്യൂബിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, സൂമിലായിക്കോട്ടെ, ലൈവിൽ കാണുന്ന വ്യക്തികളെ ഇവിടെ കർത്താവ് ഒരു പേരിങ്ങനെ പറയുകയാണ്. ഒരു ബെന്നി പ്രസാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. ബെന്നി പ്രസാദ് എന്നാണ് ആ പേര് ഞാൻ കാണുന്നത്. അതെനിക്ക് അങ്ങനെ ഒരു പേര് നമുക്കറിയാം, പെട്ടെന്ന് അത് കണക്റ്റ് ആകുന്നില്ല. പക്ഷേ ബെന്നി പ്രസാദ് എന്ന് പറയുന്ന ആ ഒറ്റ പേരാണത്. ആ വ്യക്തിയെ, കുടുംബത്തെ കർത്താവ് തൊടുന്നു. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് കാണുന്ന ആളോട് പറയണം, ആ ഭവനത്തിൽ ചെന്ന് പറയണം, ആ ഭവനം തകരത്തില്ല. ആ ഭവനത്തിലെ ആ മനുഷ്യൻ്റെ ഭാര്യയോട് പറയണം, കണ്ണുനീരിന് മറുപടി തരുന്നൊരു ദൈവം ഉണ്ടെന്ന് പറയണം. കർത്താവ് ഇന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. വലിയ പ്രവർത്തികളാൽ ദൈവം നമ്മളെ നിറയ്ക്കുന്നല്ലോ. ഓരോ ദിവസവും കർത്താവിൻ്റെ കൃപ അനുഭവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു. അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ, എനിക്ക് ഒത്തിരി സാക്ഷ്യം ഞാൻ ഇന്ന് ആൾക്കാരുടെ ഇന്നലെ വൈകിട്ടും ഇന്ന് പകലും ഒക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാർക്ക് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുവാണ്. അക്കൂട്ടത്തിൽ ഒത്തിരി ആളുകളുടെ സാക്ഷ്യം. അപ്പോൾ അങ്ങനെ ഒരു സാക്ഷ്യമാണ് യൂട്യൂബിൽ കണ്ട ഒരു സഹോദര സാക്ഷ്യമാണ് ഞാൻ കേട്ടത്. എനിക്കൊന്ന് ലിങ്ക് അയക്കാമെന്ന് പറഞ്ഞ് ഞാൻ അയച്ചില്ലെന്നാണ് എൻ്റെ ഓർമ്മ. അയച്ചു എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ആഡ് ചെയ്യാനും പറ്റിയില്ല. എനിക്ക് തോന്നുന്നത് അയച്ചെന്ന് എനിക്ക് തോന്നുന്നു. ആ സഹോദരി ഉണ്ടെങ്കിൽ സാക്ഷ്യം പറയും. ഇല്ലെങ്കിൽ ഒത്തിരി ആളുകൾ അവരുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത സൗഖ്യത്തിൻ്റെ സാക്ഷ്യങ്ങൾ പിന്നീടാണ് ഞാൻ കാണുന്നത്, ലേറ്റായിട്ടാണ് കാണുന്നത്. എങ്കിലും അത് കാണുമ്പം കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് ഡീന സൗകര്യക്കാണ് ക്യാൻസർ പേഷ്യൻ്റ്. ഇതിനകത്തൊരു പ്രയർ റിക്വസ്റ്റ് ഞാൻ കൊണ്ട് സിസ്റ്റർ ഇങ്ങനെ പറയണം, യേശുവിൻ്റെ മുറിവിന് ആ മരുന്ന് എടുത്തേ. ഇന്ന് മുതൽ ക്യാൻസർ പേഷ്യൻ്റ് എന്ന മെസ്സേജ് അയച്ച സിസ്റ്റർ ഇപ്പം ഞാനിപ്പോൾ സൂമിൽ കണ്ടതാണ്. സിസ്റ്റർ മരുന്ന് ഞാൻ അങ്ങോട്ട് തരാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ യശയ്യാവ് 53:5 യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം. ഇത് മരുന്നാണ് കേട്ടോ, ക്യാൻസറിനുള്ള മരുന്നാണിത്. ട്യൂമർ മാറാനുള്ള മരുന്നാണ്. കിടക്കമേൽ കിടക്കുന്ന രോഗിയോട് പറഞ്ഞ ഇത് മരുന്നാണ്. പ്രഷറിനും ഷുഗറിനും ഉള്ള മരുന്നാണ്. കിഡ്നിയുടെ രോഗം മാറാനുള്ള മരുന്നാണ്. ഈ മരുന്നാണ് ഞാൻ തരുന്നത് നിങ്ങൾക്ക്. യേശുവിൻ്റെ മുറിവിൽ കർത്താവ് പറഞ്ഞ നല്ല വൈദ്യനാണ്. അപ്പോൾ കർത്താവായിരുന്ന വൈദ്യൻ എന്നാ മെഡിസിനാണ് കൊടുക്കുന്നത്? വചനം. സിസ്റ്ററെ 3 നേരം വചനം പറഞ്ഞോണം. ഇനി അതിൽ കൂടുതൽ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്നോണം. യശയ്യാവ് 53:5 യേശുവിൻ്റെ തിരുമുറിവിന് ആർക്കാണ്ട് വന്നേക്കുന്ന സൗഖ്യമല്ല, എനിക്ക്. അങ്ങനെ പറഞ്ഞോണം. 3 നേരം ആ മരുന്ന് കഴിച്ചോണം. അതിൽ കൂടുതലും കഴിക്കുവാണ് ഏറ്റവും നല്ലത്. ഒരു സൈഡ് എഫക്റ്റും ഇല്ല. ഇനി ഒരവയവമാണ് കേട് വന്നിരിക്കുന്നതെങ്കിൽ ബാക്കി ആ അവയവം കൂടെ പുതിയതുണ്ടായി വരും കേട്ടോ. ക്യാൻസർ നീങ്ങിയിരിക്കും, അത്ഭുതം നടന്നിരിക്കും. പോയി ചെക്ക് ചെയ്തോണം, അത്ഭുതം നടന്നിരിക്കും. മരുന്ന് ഈ രോഗത്താൽ ഇനി ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ മരുന്ന് കഴിക്കണം. എന്നാ മരുന്ന്? യേശുവിൻ്റെ മുറിവിൽ. നന്ദി കർത്താവേ, അങ്ങ് തൊട്ടതിന് നന്ദി, സൗഖ്യമാക്കിയതിന് നന്ദി, പ്രാർത്ഥന കേട്ടതിന് നന്ദി. ഈ സമയത്ത് പ്രാർത്ഥനാ വിഷയങ്ങളല്ല നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. ദൈവികമായ ഇടപെടലുകൾ ഉണ്ടായവർ, ആർക്കെങ്കിലും രോഗസൗഖ്യം ലഭിച്ചവർ, സാക്ഷ്യമുള്ളവർ, ചുരുക്കം വാക്കിൽ ഉള്ളവർക്ക് പറയാം. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ വിശ്വാസ പ്രഖ്യാനങ്ങൾ ഏറ്റുപറയും. നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകരുത്. ചുരുങ്ങിയ വാക്കിൽ എന്താണോ നിങ്ങളുടെ വിഷയം, എന്താണോ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്, അത് മാത്രം പറയുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാനിപ്പോൾ മ്യൂട്ട് മാറ്റാൻ വേണ്ടി പോവാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഹലോ ബ്രദർ. പറഞ്ഞോ. ഹലോ. പറഞ്ഞോ സിസ്റ്റർ, കേൾക്കുന്നുണ്ടേ. ഞാൻ പാലക്കാട് ഗിരിജയാണ് വിളിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? പറഞ്ഞോ സിസ്റ്റർ, ഞാൻ കേൾക്കുന്നുണ്ടേ. ഹലോ. ഞാൻ കേൾക്കുന്നുണ്ട് സിസ്റ്റർ. ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴും ഒരു പപ്പടം കൊണ്ടുവരുന്ന ഒരു വ്യക്തി വരാറുണ്ടേ. ഒരു വ്യാഴാഴ്ചയാണ് വരാറുള്ളത്. അപ്പൊ വന്ന സമയത്ത് കുറച്ചു നേരം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു, അലക്കലൊക്കെ കഴിഞ്ഞ ശേഷം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ സംഭവം നിങ്ങൾക്ക് വെച്ചപ്പോ, ചേച്ചി വയ്യെങ്കിൽ നിങ്ങൾ എന്തിനാ, ഒരു കച്ചവടമാണോ, 4000 കൂടെ പപ്പടമാണോ അങ്ങനെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നത്. അപ്പൊ ഒരു 34 കിലോമീറ്റർ നടക്കും ഒരു ദിവസം. അപ്പൊ ഡോക്ടർ ഇങ്ങനെ നടക്കാനും പാടില്ല പറഞ്ഞത്ര. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തിനാ നിങ്ങൾ ഇങ്ങനെ റിസ്ക് എടുക്കണം, ഒരുപാട് ബുദ്ധിമുട്ടാണ്, ഇത് വിറ്റിട്ട് വേണം നമുക്ക് കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു. ഭയങ്കര എന്തിനാ വന്ന ചോദിച്ചപ്പോ അവർക്ക് ലൂസ് മോഷൻ പോയി, ഒരു ദിവസം 21 പ്രാവശ്യം പോയത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എവിടെയെങ്കിലും വീണ് തലകറങ്ങി വീഴില്ല, നിങ്ങൾ എന്തിനാ അങ്ങനെ വന്നത്? ചേച്ചി ഇത് 4000 ഉറുപ്പിക വിറ്റിട്ട് കൊടുക്കണം പറഞ്ഞു. പൈസ നമുക്ക് ഇനി ഉണ്ടാക്കാം, ആരോഗ്യത്തോടു കൂടി ഇരിക്കണ്ടേ പറഞ്ഞു. ശരി, നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും പറഞ്ഞ് ഞാൻ കുറച്ച് നന്നായി ഒന്ന് പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് കുറച്ച് ചുടുവെള്ളം എടുത്ത് പഞ്ചസാര ഇട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് അവളെ നല്ലപോലെ പ്രാർത്ഥിച്ച് അവര് വയറും തൊട്ട് നന്നായി പ്രാർത്ഥിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഒരു 1:30 മണി 2 മണിയാകുമ്പോൾ വിളിച്ചപ്പോൾ ചേച്ചി നല്ലൊരു സമാധാനം ഉണ്ട് പറഞ്ഞു. ഇന്നലെ എനിക്ക് വിളിക്കാൻ പറ്റിയില്ല, ഇന്ന് വിളിച്ച് ചോദിച്ചു, ചേച്ചി എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല, വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് ദൈവം തന്നത്, പറഞ്ഞാലും തീരില്ല ചേച്ചി, നല്ല സമാധാനമുണ്ട്, ഞാൻ പിന്നെ മരുന്നേ ഞാൻ കഴിച്ചിട്ടില്ല, വലിയൊരു അനുഗ്രഹമാണെന്ന് പറഞ്ഞ് ചേച്ചി ഞാൻ വിളിക്കണം വിചാരിച്ചാണ് പറഞ്ഞു. നല്ലൊരു മാറ്റമുണ്ട്, അപ്പൊ എന്ത് വേണേലും കഴിക്കാന്ന് പറഞ്ഞു. ഒരു കുഴപ്പമുണ്ടാവില്ല, എന്ത് വേണേലും കഴിച്ചോളൂ പറഞ്ഞു. ഇതൊരു സാക്ഷ്യമാണ്. അതേപോലെ
തീർച്ചയായിട്ടും സിസ്റ്റർ. ഇനി സിസ്റ്റർ ശ്രദ്ധിച്ചോണം, ഇനി അവിടെ മല്ലിപ്പൊടി നിങ്ങൾ ശ്രദ്ധിച്ചോണം, അത് മല്ലിപ്പൊടിയുടെ ഒന്നുമല്ല സിസ്റ്റർ, അത് ശ്രദ്ധിച്ചോണം. സിസ്റ്റർ പ്രാർത്ഥിച്ചു കൊടുത്ത വെള്ളത്തിൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ സൗഖ്യം നടന്നത്. അവർ പിടിച്ചു കെട്ടിയതുപോലെ ആ സൗഖ്യം നടന്ന് പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ആ ലൂസ് മോഷൻ്റെ വിഷയം ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇനി ശ്രദ്ധിക്കുമ്പോൾ സിസ്റ്റർ ഇനി അങ്ങനെ ഒന്നും വേണ്ട, തീരണ്ട, സിസ്റ്റർ പ്രാർത്ഥിച്ചങ്ങ് കൊടുത്താൽ മതി. അതുകൊണ്ട് കർത്താവിൻ്റെ തിരുമുനോ ഇത് സൗഖ്യം ചെയ്തത് കർത്താവാണ്, അത് പ്രാർത്ഥിച്ച വെള്ളത്തിൻ്റെ ശക്തിയാണ്. കർത്താവ് അങ്ങനെ ചെയ്യുവാൻ സിസ്റ്റർക്ക് ഒരു കൃപ കൊടുത്തല്ലോ. ഇനിയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇനിയും അങ്ങനെ തന്നെ ചെയ്യുക. ഇനി അതിനകത്ത് ഒന്നും വിടണ്ട, കൈ വെച്ചോണം, പ്രാർത്ഥിച്ചങ്ങ് കൊടുത്തോണം. ഇതിപ്പോൾ കേട്ടതിലും അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഇടയായിത്തീരുന്ന സിസ്റ്ററെ. ഗോഡ് ബ്ലസ് യു. അങ്ങനെ ചെയ്തതിനും പ്രാർത്ഥിച്ചതിനും നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പാസ്റ്റർ, എന്റെ പേര് പ്രസന്ന എന്നാണ്. പറഞ്ഞോ. സ്തോത്രം. പറഞ്ഞു. പാസ്റ്റർ, ഇതുപോലെ എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിനൊരു ലാസ്റ്റ് പണിക്ക് വേണ്ടിയിട്ട് ഒരു 5000 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഇതിനകത്തുണ്ട് എന്റെ സ്മിത, എന്റെ ഫ്രണ്ടാ. അപ്പൊ അവളുടെ അടുത്ത് ഞാൻ ഇങ്ങനെ വിളിച്ചവൻ പറഞ്ഞു, മോളെ ഇതുപോലെ ലാസ്റ്റ് ഒരു 5000 രൂപയുടെ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ അവൾ എൻ്റെ അടുത്ത് പെട്ടെന്ന് പറഞ്ഞ്, നിനക്കറിയാമോ നിഖിൽ പാസ്റ്റർ ചെയ്ത ഒരു വിശ്വാസത്തിന്റെ ഒരു പ്രമാണം, നീ ഒരു കാര്യം ചെയ്, പേപ്പർ എടുത്തിട്ട് നീ എണ്ണി വെക്ക്, കട്ട് ചെയ്തിട്ട് എണ്ണി വെക്കാൻ പറഞ്ഞ 5000 ഒന്ന്. ഞാൻ അപ്പം തന്നെ ഞാനൊരു ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അവിടുന്ന് പേപ്പർ കീറിയിട്ട് ഞാനിങ്ങനെ 1000, 2000, 3000, 4000, 5000 ഒന്നും പറഞ്ഞിട്ട് ഞാനത് കീറി എൻ്റെ പേഴ്സിനകത്ത് വെച്ച് വിശ്വാസത്തോടെ വെച്ച്. പക്ഷേ ഒരു സാധ്യത ഇല്ലായിരുന്നു. പക്ഷേ ഹസ്ബൻഡിന് വേറെ ഇച്ചിരി പൈസ കിട്ടാനുണ്ടായിരുന്നു, ഒരു 5000 രൂപ. കൃപയാൽ 5500 രൂപ അന്ന് അക്കൗണ്ടിൽ വന്ന്. സ്തോത്രം. ആമേൻ. തീർച്ചയായിട്ടും. ആമേൻ. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാനും അതുപോലെ എടുത്തു വെച്ച് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആക്ഷനാണത്. ചിലപ്പം ആ പൈസ തന്നെ ഞാൻ പറഞ്ഞില്ല, പത്രോസിൻ്റെ വേണ്ടി കർത്താവ് മീൻ്റെ അകത്ത് പൈസയെ വെച്ചെങ്കിൽ നമുക്ക് വേണ്ടി പറയാം. നമ്മൾ വിശ്വാസത്താൽ ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എല്ലാവരും വിളിച്ചു വയ്ക്കുക, എനിക്ക് എവിടെയെങ്കിലും പൈസ ഒപ്പിച്ച് വിളിച്ചു വയ്ക്കാം. അതിനേക്കാൾ നല്ലത് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി ബെസ്റ്റ് പറഞ്ഞാൽ കിട്ടാനുണ്ടായിരുന്ന അപ്പം തന്നെ നമുക്ക് ആ സമയത്ത് കിട്ടുന്നതാണ് അത്ഭുതം. പിന്നീട് കിട്ടുന്നത് നമ്മൾ പറഞ്ഞാൽ ഓക്കെ നമുക്കത് കിട്ടി, പക്ഷേ നമുക്ക് ആവശ്യമുള്ളപ്പം അത് റിലീസായത് വലിയ അത്ഭുതമാണ്. പ്രീസ്റ്റ് പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് സമയത്ത് അങ്ങനെ ചെയ്തു, വിശ്വാസതല്ലേ ചെയ്തു. പക്ഷെ അതിനൊരു മാറ്റം ഉണ്ടായില്ല. പക്ഷേ നമുക്ക് വേണ്ടിയതിൻ്റെ അതും കൂടാതെ ഒരു ശേഷിപ്പും കൂടെ അക്കൗണ്ടിലേക്ക് വരുവാനിടയായിത്തീരുന്നു. കർത്താവിന് തുറന്നതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പറഞ്ഞു. ലാസറിന്റെ കുടുംബത്തെ തുടർന്ന് ലാസറിന്റെ കുടുംബത്തെ തുടർന്ന് എന്റെ ഫാദറിന്റെ പേര് ലാസറാണ്. ഞാനിപ്പോ ഓസ്ട്രേലിയ നിൽക്കുവായിരുന്നു. അപ്പൊ ഞാൻ പ്രാർത്ഥന കേട്ട് അപ്പൊ എന്റെ കുടുംബത്തെ തുടർന്ന് എനിക്ക് നല്ല വിശ്വാസമായി. ലാസർ ആരാ? ഫാദർ അല്ലേ? എന്റെ അപ്പന ലാസർ. ഓ സിസ്റ്ററെ, കർത്താവ് ആ കുടുംബത്തെ ദൈവം തൊടുന്ന കേട്ടോ. ഇവിടെ 1:30 രാത്രിയില് ഓസ്ട്രേലിയ. ഇപ്പൊ ഓസ്ട്രേലിയയിലാണ് ഇരിക്കുന്നത്. ലാസറിന്റെ കുടുംബത്തെ തുടർന്ന് പറഞ്ഞ് എന്റെ അപ്പനാണ് ലാസർ. ഓക്കെ സിസ്റ്റർ. ഓക്കെ സിസ്റ്റർ, രാത്രിയിൽ 1:30 അല്ലേ? രാത്രി 1:30. ഓ സ്വാതന്ത്ര്യം. കർത്താവ് തൊട്ടത് കേട്ടോ. കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി, രാത്രി 1:30 എണീറ്റിരുന്നത് സിസ്റ്റർ അത് കേൾക്കുന്നത് എന്ന് തന്നെ കർത്താവ് പറഞ്ഞു. ആമേൻ. എന്നും ആ സമയത്ത് കയറുന്നത് അല്ലേ? സ്തോത്രം. ദൈവം അങ്ങനെ ഒരു കൃപ കൊടുത്തല്ലോ. ആമേൻ, ആമേൻ. അത് വലിയൊരു അത്ഭുതം കേട്ടോ സിസ്റ്ററെ. കർത്താവിനെ കാണിച്ച് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ലാസറിൻ്റെ ഭവനത്തെയും കർത്താവ് അതുമായിട്ട് ബന്ധപ്പെട്ട കുടുംബത്തെയും തലമുറകളെയും ദൈവം സ്പർശിക്കാൻ പോകാന്ന് പറഞ്ഞു. ഈ ദിവസങ്ങളിൽ വലിയ പ്രതീക്ഷയോടെ ഇരുന്നോണം. കർത്താവ് തൊടാൻ വേണ്ടി പോവാണ്. സിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ് കുടുംബത്തിൻ്റെ അകത്ത് ഈ ദിവസങ്ങളിൽ വലിയൊരു ചോദ്യചിഹ്നം നിൽക്കുന്നുണ്ട്. എന്നോട് കർത്താവിനെ പറഞ്ഞു, വലിയൊരു ചോദ്യത്തിൻ്റെ മറുപടിയെ കർത്താവ് തൊടാൻ വേണ്ടി പോവാണ്. കുടുംബത്തിൻ്റെ അകത്ത് ദൈവം സാക്ഷിയാക്കാൻ പോവാണ്. ഉദരഫലത്തെ ദൈവം തൊടും. കർത്താവ് അവരുടെ മേൽ അത്ഭുതകരമായ സാക്ഷ്യമാക്കി മാറ്റുന്ന ദൈവമാണ്. കർത്താവിൻ്റെ കൃപയിൽ ഏറ്റെടുത്തോണം. ആ കുടുംബത്തിൻ്റെ മേൽ സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എനിക്കറിയാം ഒത്തിരി ആളുകൾ ഇതേപോലെ റിസ്ക് എടുത്ത് പല സമയത്തും ജോയിൻ ചെയ്യുന്നവരുണ്ട്. നിങ്ങളെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ വചനം ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇന്നത് പറയാൻ മറന്നുപോയി. അങ്ങനെ ചെയ്തവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ ഒന്ന് പറയാൻ ഞാൻ വിട്ടുപോയതുകൊണ്ടാണ്. എനിക്കറിയാം നിങ്ങളെല്ലാവരും ജോലി കഴിഞ്ഞ് ഉറക്കക്ഷീണമുണ്ട്. ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞു എൻ്റെ ടൈം എടുത്ത് വെച്ച് രാത്രി 1:30 ആ 1:30 ഉറക്കം അളച്ച്, അത് മാത്രമല്ല ജോലി കിടക്കി ഈ പ്രാർത്ഥന ചെയ്യുന്നവരുണ്ട്. നിങ്ങളും എല്ലാം ജോലി കഴിഞ്ഞ് ബുദ്ധിമുട്ടി ഇരിക്കുന്നവരുണ്ട്. കിടക്കേണ്ട സമയത്തും മുടങ്ങാതെ പ്രാർത്ഥനയിൽ പങ്കുചേരുവാന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഈ കാണിക്കുന്ന തീക്ഷ്ണതയൊക്കെയും ദൈവം നിങ്ങൾക്ക് നിർത്തിയിരിക്കുന്നത് ഇതിനെല്ലാം പ്രതിഫലമുണ്ട്. നിങ്ങളെയൊക്കെ നിറച്ചേ ദൈവം വിടത്തുള്ളൂ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? എന്തോ പറഞ്ഞു ഒരാലോചന പറഞ്ഞായിരുന്നല്ലോ, ജോലി നഷ്ടപ്പെട്ട് നാട്ടിലും ഗൾഫിലുമായിട്ടൊക്കെ 2 വ്യക്തികള് സഹോദരിമാര് ഇത് ചെയ്യുന്നതായിട്ട്. എന്റെ ജീവിതത്തിൽ എന്റെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു ഇതാണ് ഇത്.
ഞാൻ എനിക്ക് എനിക്ക് എന്നോട് പറഞ്ഞ ആലോചനയായിട്ട് ഞാൻ സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും സിസ്റ്റർ ഏറ്റെടുത്തോ. വലിയൊരു നന്മ കർത്താവ് എന്നോട് പറഞ്ഞൊരു വാക്ക് കേട്ടായിരുന്നല്ലോ. നിങ്ങളെ തന്നെ ഒരു കേന്ദ്രമാക്കി തന്നെ ദൈവം കുടുംബത്തെ മാറ്റാൻ വേണ്ടി പോവാണ്. അനുഗ്രഹത്തിന്റെ സോഴ്സ് ആക്കി ദൈവം മാറ്റാൻ വേണ്ടി പോവാണ്. ഏറ്റെടുത്തോ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, എന്തോ പറഞ്ഞു? ഹലോ ബ്രദർ, പറഞ്ഞു ഒരു ചെറിയൊരു സാക്ഷിയുണ്ട്. പറഞ്ഞു. എന്ന് വെച്ചാൽ ഞാനിപ്പം മുന്നത്തെ സിസ്റ്ററ് പൈസയുടെ പറ്റി പറഞ്ഞപ്പോഴാണ് ഓർമ്മ വരുന്നത്. ഞാനൊരു ബോക്സ് എടുത്ത് വെച്ചിട്ട് കഴിഞ്ഞ ദിവസം അതുമ്മ കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവ് ഈ ബോക്സിൽ പൈസ വരട്ടെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എന്നെ കാണാൻ വന്ന ഒരാൾ 5000 രൂപ തന്നു. അതിപ്പോ എപ്പോഴാണ് ഞാൻ ഓർമ്മ വന്നത്. അതാണ്. പിന്നെ അതുപോലെ തന്നെ എന്റെ കിഡ്നിയുടെ ഈ ഭാഗത്ത് ഭയങ്കര വേദനയായിരുന്നു. ഞാനപ്പോ യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം, ക്രിസ്തുവിന്റെ തിരുമുറ എനിക്ക് സൗഖ്യം വന്നിട്ട് ഇപ്പൊ ആ വേദന മാറിയിട്ട് ഒരാഴ്ചയിലും വേദനയില്ല. അങ്ങനെ 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ആമേൻ. അത് രണ്ടും ചെറിയ സാക്ഷ്യമല്ല, രണ്ടും വലിയ സാക്ഷ്യം തന്നെയാണ്. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കിഡ്നിയുടെ ആ ഭാഗത്തൊരു വേദന വന്നു. ആ വേദന എത്ര ദിവസം ഉണ്ടായിരുന്നു സിസ്റ്റർ ആ വേദന? സിസ്റ്റർ ബ്രദറെ, അതെനിക്ക് കുറെ നാളായിട്ട് ഉള്ള വേദനയായിരുന്നു. ഓ, നാലോചിച്ച് നോക്കി, കുറെ നാളായിട്ടുള്ള ഒരാഴ്ചയിലും മേലെയായി മാറിയിട്ട്. ആമേൻ. അത് വലിയ സാക്ഷ്യം തന്നെയാണ്. കിഡ്നിയുടെ ആ ഭാഗത്ത് ഒരേ നാളുകളായിട്ടുള്ള വേദനയായിരുന്നു. നമുക്ക് അതിന്റെ കാരണം അറിയത്തില്ല. ഹോസ്പിറ്റലിൽ പോയാൽ ചിലപ്പോൾ അത് ചെക്കിങ് ചെയ്യും, വലിയ വിഷയങ്ങളാക്കി മാറ്റാം. പക്ഷെ കൈവച്ചു യേശുവിന്റെ മുറിവാകുന്ന മരുന്നെടുത്ത് അപ്ലൈ ചെയ്തു. പറഞ്ഞതുപോലെ ഒരാഴ്ചയായിട്ട് ഇപ്പം നാളുകളായിട്ടുണ്ടായിരുന്ന വേദന അവിടെ ഇല്ല. പൂർണ്ണ സൗഖ്യം ലഭിച്ചു. പിന്നെ പറഞ്ഞ തന്നെ ബോക്സ് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വിശ്വാസത്തെ നമുക്ക് പലർക്കും അത് ഭോഷത്വമായി തോന്നിയാലും നമ്മുടെ വിശ്വാസത്തെ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് സോ ആ ബോക്സിൽ കൈവച്ച് പ്രാർത്ഥിച്ച് കർത്താവ് എനിക്ക് ഇതിൽ നന്മ കിട്ടി. ഞാൻ പറഞ്ഞല്ലോ, ഈ കർത്താവിന് 5 അപ്പം എടുത്ത് 5000 പേരെ പോഷിപ്പിക്കാൻ കഴിയുമെങ്കിൽ നമുക്കിതെല്ലാം ഉണ്ട്. ഞാൻ വീണ്ടും പറഞ്ഞത് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ, സാമ്പത്തിക അനുഗ്രഹം നമുക്ക് വേണ്ടി ഉള്ളതാ. അപ്പം നമുക്കത് പ്രാർത്ഥിക്കുന്നവരും കൂടെ കർത്താവ് നിറയട്ടെ എന്ന് പറഞ്ഞാൽ നിറഞ്ഞു വന്നിരിക്കും. നിങ്ങൾക്ക് എവിടെ നിങ്ങളുടെ പേഴ്സിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇത് വർദ്ധിക്കട്ടെ. സിസ്റ്റർ പറഞ്ഞ പെട്ടെന്ന് ഒരാൾ കൊണ്ട് തരുവാൻ ഇടയാത്ത അത് പല വഴിയിലൂടെ ദൈവം ഉപയോഗിക്കും. ഇപ്പം പഴയ നിയമത്തിൽ ഏലിയാവിന് വേണ്ടി ദൈവം കാക്കേനെ ആഹാരം കൊടുക്കാൻ അയച്ചു. അതേപോലെ ദൈവം പലരെ ഉപയോഗിക്കും. പ്രാർത്ഥിക്കുക, പറഞ്ഞോണം എൻ്റെ ഭവനം ഏറ്റവും നല്ല ഭവനമാകും, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഭവനങ്ങൾ എനിക്ക് ഉണ്ടാവും. ഞാൻ ഇന്നാൾ പറഞ്ഞല്ലോ, നമ്മളത് നമുക്ക് നല്ല വീട്ടിൽ കിടക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളെക്കാൾ നന്നായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് മറക്കില്ല. നമ്മളെപ്പോഴും വലുതേ ചിന്തിക്കാവുള്ളൂ. ഗോഡ് ബ്ലെസ് സിസ്റ്ററെ. കൊടുത്ത സൗഖ്യത്തിനും ചെയ്ത അത്ഭുതത്തിനുമായി ദൈവത്തെ സ്തുതിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? മ്യൂട്ടായി പോയതല്ലേ. മറ്റാരെങ്കിലും ഉണ്ടോ പറയാൻ സാക്ഷ്യം? ഞാൻ റാണി സഹോദരി മ്യൂട്ട് ഞാൻ മാറ്റിട്ടുണ്ട്. പറഞ്ഞു. എന്തോ? ഞാൻ ഇന്നലെ സൂം മീറ്റിംഗ് കഴിഞ്ഞ് എന്റെ മോൾ അവിടെ മുറി കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പൊ അവള് സൂം മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ അവളെ ചെന്ന് വിളിച്ചപ്പോ കുഞ്ഞിന് പെട്ടെന്ന് അവൾക്കൊരു ബോധമില്ല. അവിടെ കുഞ്ഞ് കണ്ണിങ്ങനെ ചെറുതായിട്ട് തുറന്നിട്ടപ്പെട്ടു. പക്ഷെ അവളെ വിളിച്ചിട്ട് ഒരു അനക്കവും ഇല്ല. ഞങ്ങൾ ആ പാടെ അങ്ങ് പേടിച്ചു പോയി. ഞാൻ പിന്നെ കുഞ്ഞിനെ ഇങ്ങനെ ദൈവത്തിന്റെ അടിപ്പിണരാളെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കുഞ്ഞിനെ ഞാനും പപ്പായും കൂടെ പിടിച്ച് ഒരു തരത്തിൽ അവൾക്ക് എഴുന്നേക്കാൻ പറ്റില്ല, അവൾക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. പിടിച്ച് ഞങ്ങൾ ഇരുത്തിയേച്ച് ഞാൻ അവളെ തിരുമ്മിക്കൊണ്ടും യേശുവിന്റെ അടിപ്പിണരാ സൗഖ്യമാക്കണേന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് ഇപ്പൊ കുഞ്ഞിനൊരു ശ്വാസം വീണു. പെട്ടെന്ന് ഞാൻ ഇച്ചിരി വെള്ളം കൊടുത്ത് അവളത് കുടിച്ചെങ്കിലും ഞങ്ങൾ പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ചർച്ചയിൽ വിളിച്ച് പറഞ്ഞു, പാസ്റ്റർ വന്നു നമുക്ക് ഏതായാലും നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്നുകൊണ്ട് കാണിച്ചേക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളൊന്ന് കാണിച്ചു. അവിടെ ചെന്ന് ECG ഓക്സിജൻ ഒക്കെ എടുത്തപ്പോൾ അവൾക്ക് അതിനകത്ത് യാതൊരു കുഴപ്പവും ഇല്ലെന്ന് കാണുവാനിടയായി. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തി വലിയൊരു പ്രവൃത്തിയായിരുന്നു. ഞങ്ങൾ ഓർത്ത് വേറെ വല്ല ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണോ വേണ്ടായോ എന്നൊക്കെ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം തമ്പുരാൻ അവിടെ വലിയൊരു പ്രവൃത്തി ചെയ്ത്. ആമേൻ. തീർച്ചയായിട്ടും അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ മോക്ക് പെട്ടെന്ന് ശ്വാസമില്ല, അനങ്ങാൻ പറ്റുന്നില്ല, കണ്ണിങ്ങനെ വിഴിഞ്ഞു നിൽക്കുന്നു. ഞാൻ പറഞ്ഞില്ല, ആ സമയത്ത് നമ്മളെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ദൈവം ഓർപ്പിക്കുന്നത് വലിയ കൃപയാകട്ടെ. ആ സാധാരണഗതിയിലാണെങ്കിൽ ആ സമയത്ത് നമ്മൾ എടുത്തുകൊണ്ട് ഓടത്തേ ഉള്ളൂ അല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ അങ്ങനെ ഒരു കൊച്ചു മേലാതെ കിടക്കുന്ന സമയത്ത് നമ്മളാണെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കത്തില്ല. സാധാരണഗതിയിൽ നമ്മൾ ആ കൊച്ചിനെ എടുത്തുകൊണ്ട് ഒരു വണ്ടി വിളിക്കും, ഓടും. പക്ഷേ ആ സിസ്റ്റർ പറഞ്ഞ പെട്ടെന്ന് അവർ എണീപ്പിച്ച് നിർത്തിയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു യേശുവിൻ്റെ തിരുമുറിവിൽ സൗഖ്യം വന്നിരിക്കുന്നു അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പെട്ടെന്നൊരു ശ്വാസം വന്ന്
പക്ഷേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്ത് ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല. ഇപ്പം മനസ്സിലായോ? നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഓർമ്മ, സാധാരണ ആൾക്കാരാണെങ്കിൽ എടുത്തുകൊണ്ട് ഓടും, പക്ഷെ നമുക്ക് ദൈവം അങ്ങനെ ഒരു ഓർമ്മ തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വചനത്തിലൂടെ, ഞാൻ ഉറപ്പിച്ചു പറഞ്ഞ മരണമാണ് അവിടെ നീങ്ങിപ്പോകുന്നത്. കുറച്ചു നേരം കാത്തിരുന്നിരുന്നെങ്കിലോ? ആ ശ്വാസം നിലച്ചു നിൽക്കുന്ന അവസ്ഥയിലിരിക്കുന്ന ഒരു ദുഃഖഭവനമാകേണ്ട ഭവനത്തെ വചനത്തിൻ്റെ ശക്തിയാൽ ഇന്ന് സാക്ഷ്യമുള്ള ഭവനമാക്കി മാറ്റിയ ദൈവത്തിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനിയും പ്രാർത്ഥിക്കണം. അനേകർക്ക് വേണ്ടി ഓടി നടന്ന് പ്രാർത്ഥിച്ചോണം. ഗോഡ് ബ്ലെസ് യു. ആമേൻ. പറഞ്ഞു. എന്തോ രണ്ട് സാക്ഷിയുണ്ട് ബ്രദറെ, പറഞ്ഞോട്ടെ? തീർച്ചയായിട്ടും പറഞ്ഞു. ബ്രദറെ, ഇന്നലെ എനിക്ക് ഭയങ്കര തലവേദന വന്ന്, അപ്പോൾ ബ്രദറിന്റെ ഇത് ഞാൻ ഓൺ ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. വേദന കൊണ്ട് എനിക്ക് എങ്ങനെ അത് എൻ്റെ ബുദ്ധിമുട്ട് പറയണമെന്നറിയത്തില്ല. ഛർദ്ദിക്കാനും വരുന്നു. ഞാനിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ കുറേ നേരം ഇത് ഓൺ ചെയ്തിട്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുക. അപ്പോൾ പെട്ടെന്ന് ബ്രദർ പറയുക, എനിക്ക് പല്ലുവേദന വന്നായിരുന്നു, നിങ്ങൾ ചിലപ്പോൾ ചിരിക്കുമായിരിക്കും, അതൊക്കെ എൻ്റെ ഉള്ളിൽ കേൾക്കാം. അപ്പോൾ ബ്രദർ പറഞ്ഞു, 2000 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പല്ലുവേദനയ്ക്കായിട്ട് യേശു കുരിശിൽ മരിച്ചു. എനിക്ക് അങ്ങനെയാണ് കേട്ടതുപോലെ. ഉടനെ ഞാനും, എൻ്റെ ദൈവമേ, എൻ്റെ തലവേദന ഇതുപോലെ തന്നെ, എനിക്കത് വാക്കായിട്ട് പോലും പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ ബ്രദർ പറഞ്ഞതുപോലെ ഞാനും പറയുവാന്ന് ഞാനിങ്ങനെ പറഞ്ഞു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ തലവേദന പോയി. എനിക്ക് ഭയങ്കര ആശ്വാസമായി. രാത്രിയിലെല്ലാം ഉറങ്ങാൻ പറ്റി. ദൈവത്തിന് സ്തോത്രം. ബ്രദറിലൂടെ ആ ഒരു സാക്ഷി എനിക്കും ഒരു സാക്ഷ്യമാക്കി തീർത്തതിനായി സ്തോത്രം. ബ്രദറെ, ഇനി ഒരു സാക്ഷ്യം കൂടി ഉണ്ട്. കേൾക്കാമോ ബ്രദർ? കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു. എനിക്ക് ആരാധനാ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. അപ്പോൾ കുറേ ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. ഈ രാത്രിയിൽ എനിക്ക് ഇതിനൂടെ ഒരു ദിവസം ദൂത് തന്നതാണ് എനിക്ക് ഒരു ആശ്വാസം ജീവിക്കാൻ. അങ്ങനെ ഞാൻ നിശ്ചയിച്ച് എനിക്കിനി പ്രാർത്ഥിക്കണം, എങ്ങനെയെങ്കിലും ചാടി ഇവിടുന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് രണ്ടും കൽപ്പിച്ച് ഞാൻ എവിടെ താമസിക്കാൻ പറ്റുമെന്നൊന്നും നോക്കാതെ തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയില്ല. ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ എന്നിട്ട് ഒരു വീട്ടിൽ എനിക്ക് കുറച്ച് ദിവസത്തേക്ക് അഭയം കിട്ടി. പക്ഷെ അവിടുന്ന് എനിക്കൊരു ചർച്ചുള്ളിടം വേണം, ഒരു താമസിക്കാൻ ഒരു സൗകര്യവും വേണം. അങ്ങനെ എനിക്കൊരു ചർച്ചിൽ പോകാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ മാനുഷ്യ ബുദ്ധിയിൽ അടുത്തൊക്കെ വീട് കിട്ടുമോ എന്നൊക്കെ തിരക്കി, എങ്ങും കിട്ടുന്നില്ല. എല്ലാവരും പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്കായതുകൊണ്ട് കിട്ടാനേ പോകുന്നില്ല എന്ന് എല്ലാവരും തർപ്പിച്ചു പറഞ്ഞു. പക്ഷെ അപ്പോഴും ഞാൻ ഈ ബ്രദറിന്റെ മെസ്സേജ് കേൾക്കുന്നുണ്ട്. എന്നിട്ട് അന്നൊരു ദിവസം ആവർത്തന പുസ്തകം 6:11 തന്നായിരുന്നു. നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളോ എന്നൊക്കെ പറഞ്ഞ വചനം തന്നു. ഞാൻ ആ വചനം എഴുതി പേഴ്സിനകത്ത് ഇട്ടു. എന്നിട്ട് അന്നത്തെ കുറച്ച് പിറ്റേ ദിവസം ഒരു വാട്സപ്പിൽ ഒരു ഷോർട്ട് മെസ്സേജ് ബ്രദർ കൊടുത്തായിരുന്നു. മനുഷ്യർക്ക് അസാധ്യം തന്നെ, ദൈവത്തിനല്ല താനും, ദൈവത്തിന് സകലവും സാധ്യമെന്ന്. ഞാനിത് പറഞ്ഞുകൊണ്ട് നടന്നു. ആ ചർച്ചിൻ്റെ അടുത്ത് തന്നെ പെട്ടെന്ന് അടുത്തുനിന്ന് എനിക്കൊരു വീട് കിട്ടി. നല്ല സേഫായിട്ടൊരു വീട്, എല്ലാം കൊണ്ടും നല്ല ഒരു വീട്. അവരെനിക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് കൊടുക്കില്ല എന്നാണെന്ന് പറഞ്ഞാൽ എനിക്ക് അവർ തന്നു. അത് ദൈവത്തിന്റെ വലിയ കരുണ എന്നോട് ചെയ്ത ദയ. അങ്ങനെ ആ വീട്ടിൽ ഇപ്പം ഞാൻ താമസിച്ചുകൊണ്ടായി ഇത് കേൾക്കുന്നത്. ഇനി എനിക്ക് ഒരു വരുമാന മാർഗം, ഞാൻ +2 ട്യൂഷൻ എടുക്കുന്ന ആളാ. കുറച്ച് നാളായിട്ട് ഇതെല്ലാം നിന്ന് പോയായിരുന്നു. എനിക്ക് അത് തുടങ്ങണം. അങ്ങനെ വരുമാന മാർഗം തീർച്ചയായിട്ടും പറഞ്ഞ പോലെ തന്നെ 2 സാക്ഷ്യങ്ങൾ പറഞ്ഞ പോലെ ഇന്നലെ വചനം കേട്ട സമയത്ത് സിസ്റ്റർക്ക് അത് പ്രതികരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ തലയ്ക്കകത്ത് വേദനയാൽ ഭാരപ്പെട്ടു. ഈ പറഞ്ഞതുപോലെ തന്നെ 2 സാക്ഷ്യങ്ങൾ ഒരു നന്മയില്ലാതെ നടന്നു. എന്നാൽ അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളത് ഓണാക്കി വെച്ച് സിസ്റ്റർ പറഞ്ഞാൽ അത് ഏറ്റു പറയാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രത്തോളം വേദന അനുഭവിച്ചു. പക്ഷേ ആ അബോധാവസ്ഥയിലിരിക്കുന്ന സമയത്തും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിലും ഉള്ളത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കർത്താവ് 2000 വർഷം മുമ്പ് എൻ്റെ രോഗത്തെയും വേദനകളെയും ചുമന്നതാണ്. യേശുവിൻ്റെ തിരുമുറിവിൽ എനിക്ക് ആരോഗ്യമുണ്ട്. 10 മിനിറ്റുള്ളിൽ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് അത് ശരീരം വിട്ട് മാറിപ്പോയി, സൗഖ്യമായി. രണ്ടാമത് പറഞ്ഞ പോലെ തന്നെ ദൈവം തക്ക സമയത്ത് മനുഷ്യർക്ക് അസാധ്യം ദൈവത്തിന് സാധ്യമെന്ന് പറയുന്നത് പോലെ അത്ഭുതം നടന്നു. സിസ്റ്ററെ, ഇനിയും പ്രാർത്ഥിച്ചോ. ഇനി ആ വരുമാന മാർഗത്തെ നോക്കിയിട്ട് വചനം പറഞ്ഞോണം. നന്മയും കരുണയും വിളിച്ചു വരുത്തിക്കോണം. വർദ്ധിച്ചു പെരുകും, ഉയർച്ച തന്നെ പ്രാപിക്കും. കേട്ടോ സിസ്റ്ററെ? കർത്താവ് തുറക്കും. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. ബ്രദറെ, ഞാൻ 2 ദിവസം മുമ്പ് പനിയും ഛർദിലും ഉണ്ടെന്ന് പറഞ്ഞിട്ട്
ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ബ്രദർ പറഞ്ഞു ഇപ്പോൾ തന്നെ ചാടി എഴുന്നേറ്റ് പനിയൊക്കെ പോകുന്നു പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ എഴുന്നേറ്റു. ആ നിമിഷം തന്നെ പനി വിട്ടുമാറി. പിറ്റേ ദിവസം കൂടുതൽ ആരോഗ്യത്തോടെ എനിക്ക് എല്ലാ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിച്ചു. അത് വലിയൊരു ദൈവകൃപയാണ്. അതുപോലെ തന്നെ ഒരു രോഗം മാറുമ്പോൾ വീണ്ടും വേറൊരു രോഗം ശരീരത്തിലേക്ക് വരുന്ന അവസ്ഥയാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും സിസ്റ്റർ, കർത്താവിൻ്റെ ആ അത്ഭുതകരമായ സ്പർശനം നിങ്ങൾ കേട്ടായിരുന്നു. സിസ്റ്റർ സാക്ഷ്യം പറഞ്ഞത് പനിയും ഛർദിലുമായിട്ട് കിടക്കുമ്പോഴാണ് കേൾക്കുന്നത്. ആ സമയത്ത് ഇങ്ങനെ പറയാൻ ഇടയാത്തുടർന്ന് കിടക്കാൻ പറ്റത്തില്ല, യേശുവിൻ്റെ തിരുമുറവിൽ ചാടി എണീറ്റോളാൻ പറഞ്ഞു. സിസ്റ്റർ അത് കേട്ട ഉടനെ വിശ്വാസത്താൽ, യേശു തൊട്ട വിശ്വാസത്താൽ ചാടി എണീറ്റു. അപ്പം തന്നെ ആ പനി വിടാൻ നോക്കിയാൽ രോഗത്തിൽ കിടക്കുന്നയാളാണ്, വൊമിറ്റിംഗ് ടെൻഡൻസി കിടക്കുന്നയാളാണ്, അങ്ങനെ ബുദ്ധിമുട്ടി കിടക്കുന്നയാളാണ്. നമുക്കറിയാം ഒരു പനി വന്നാൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് എണീക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പറ്റത്തില്ല, ക്ഷീണമാണ്, ബോഡി അത്രത്തോളം വീക്കാവും. പക്ഷേ ആ പ്രാർത്ഥനയുടെ ശക്തി ഏറ്റെടുത്ത് അപ്പം തന്നെ എന്ത് ചെയ്തു, ചാടി എണീറ്റു. അപ്പം തന്നെ പനിയും വിട്ടുമാറി. പിറ്റേ ദിവസം ഒരു കുഴപ്പമില്ലെന്ന് പറയാൻ ഇടയായത്. സിസ്റ്റർ ഇനി കൈ വെച്ചിട്ട് പറയണം, ഇനി എൻ്റെ മുഴുവൻ രോഗത്തെയും യേശു ക്രൂശിൽ വഹിച്ചുകൊണ്ട് ഞാൻ ആരോഗ്യത്തിൽ ജീവിക്കും, ആരോഗ്യത്തോടെ ഞാൻ ദീർഘായുസോടെ ഇരിക്കുമെന്ന് തന്നെ ആ ബോഡിയെ നോക്കിയിട്ട് ആ വചനമാകുന്ന മരുന്ന് അങ്ങോട്ട് ഭക്ഷിച്ച് ഇനി ഒരു കുഴപ്പവും വരത്തില്ല, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പറഞ്ഞു. എന്തോ അതാരായിരുന്നു? അതെന്റെ ആന്റിയുടെ മരുമോനാണ്. 2 പെൺപിള്ളേരുണ്ട്. ഒരു മോള് കഴിഞ്ഞ മരിച്ചുവായിരുന്നു. അപ്പൊ ആ കുടുംബത്തിൽ തന്നെയാണോ? അയാളുടെ അദ്ദേഹത്തിന്റെ പേര്, അത് ഒഫീഷ്യൽ പേരാണ്, എനിക്കറിയത്തില്ല. ഞാൻ പൊന്നപ്പൻ. ആ ഒഫീഷ്യൽ പേര് തന്നെ. പൊന്നപ്പൻ എന്നാ പറഞ്ഞത്. അതെ, എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ഓർത്ത് അങ്ങനെ ഒരു പേര് ഒഫീഷ്യലാണ് എനിക്കറിയില്ല. പക്ഷേ ആ ഭവനത്തെ, ഇത് കേട്ടോണ്ടിരിക്കുന്നതായിട്ട് കണക്ട് ചെയ്ത് ആ ഭവനത്തെ കർത്താവ് തൊടുവാന്നുണ്ട് പറഞ്ഞത്. സിസ്റ്ററെ പ്രാർത്ഥിച്ചോണം, ഇനി അനർത്ഥങ്ങൾ ആ കുടുംബത്തിൽ കയറത്തില്ല. പ്രാർത്ഥിച്ചോണം. ആ നഷ്ടം, ആ മരണം ഒരു അനർത്ഥമാണെങ്കിൽ ഇന്ന് മുതൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ആ കുടുംബത്തിൽ അവരോടൊന്ന് പറഞ്ഞോണം, യേശുവിനെ വിശ്വസിക്കുക, ഇനി ഒരു അനർത്ഥവും കയറത്തില്ല. കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം കേട്ടോ. അവരുടെ കുടുംബം ഇനി പിശാചിന് കയറാതെ വണ്ണം അവരെ ബന്ധിച്ച് പ്രാർത്ഥിച്ചോണം. കർത്താവ് നിങ്ങളെ അതിനെ ഏൽപ്പിച്ചിരിക്കുക കേട്ടോ. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് വെളിപ്പെടുത്തിയതാണ്. കർത്താവ് അനുഗ്രഹിക്കുക കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എന്തോ എന്തോ പറ. അനുഗ്രഹം പറഞ്ഞോട്ടെ. തീർച്ചയായിട്ടും പറഞ്ഞു. ഞാൻ കുറെ നാളായിട്ട് യൂട്യൂബിനകത്ത് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പം എപ്പോഴും എനിക്ക് രാവിലെ സ്കൂളുണ്ട്. ഞങ്ങളുടെ ഇവിടെ, ഞാൻ ഛത്തീസ്ഗഡിലായതുകൊണ്ട് രാവിലെ 6 മണിക്ക് പോകണം. അപ്പൊ അങ്ങനെ രാത്രിയിലത്തെ സൂം മീറ്റിന്റെ യൂട്യൂബ് രാവിലെ കണ്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കുറെ നാളായിട്ട് എന്റെ തൊണ്ടയ്ക്ക് നല്ല പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പം ബ്രദർ ഇങ്ങനെ രോഗികൾക്ക് വേണ്ടി പറഞ്ഞു, അവനവന് ഇങ്ങനെ പ്രശ്നമുള്ളിടത്ത് കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, പക്ഷെ ഒത്തിരി കൂടി സൗണ്ട് ഒക്കെ എടുക്കാൻ എനിക്ക് ഒത്തിരി പ്രയാസമായിരുന്നു. സത്യത്തിൽ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ സൗണ്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടി. ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ചിലപ്പോൾ ഡോക്ടർ എന്നോട് പറയുന്നത് നിങ്ങൾ CT നോക്കുക. ഞാൻ ഇന്നലെ പോയിട്ട് പേടിച്ചിട്ട് അൾട്രാസൗണ്ട് എടുക്കാൻ ഞാൻ അപ്പോഴും എൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ദൈവം എന്നോട് പറയാണ്, നിനക്കൊരു അനർത്ഥവും ഭവിക്കുകയില്ല. ഞാൻ ബ്രദർ പറഞ്ഞ ഓരോ വചനവും ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടാണ് അൾട്രാസൗണ്ട് എടുക്കാൻ കിടക്കുന്നത്. അത് കഴിഞ്ഞ് എടുത്ത സ്കാനിനകത്ത് വന്ന റിപ്പോർട്ട് ഒരു പ്രോബ്ലവും ഇല്ലാത്ത ഒരു റിപ്പോർട്ടായിരുന്നു ബ്രദറെ. അത് മാത്രമല്ല, എനിക്ക് ഉടനെ തന്നെ എൻ്റെ സൗണ്ട് എത്രയും നന്നായി സംസാരിക്കാൻ എനിക്ക് തിരിച്ചു കിട്ടുകയും ചെയ്തു. എൻ്റെ ദൈവത്തിന് നന്ദി പറഞ്ഞു. ആമേൻ. സിസ്റ്റർ എത്ര നാളായിട്ട് സിസ്റ്റർ ബുദ്ധിമുട്ട് അനുഭവിക്കുമായിരുന്നു? സത്യത്തില് എനിക്ക് ഈ കോൾഡ് വരുന്ന സമയത്തൊക്കെ ടീച്ചേഴ്സിന് ഉണ്ടാവുന്ന പ്രോബ്ലം ആണെന്ന് പറഞ്ഞിരുന്നു. ലാരിങ്സിൽ പ്രോബ്ലം ആണ്, വോക്കൽ കോഡില്, അങ്ങനെ വിചാരിച്ചിരുന്നിട്ട് ഞാൻ സത്യത്തിൽ മെഡിസിൻ അങ്ങനെ എടുക്കുന്നില്ലായിരുന്നു. പക്ഷെ കുറെ ദിവസമായിട്ട് എനിക്ക് പ്രശ്നം വന്നിട്ട് ഞാൻ ഇങ്ങനെ യൂട്യൂബില് എന്നും കേൾക്കുന്നുണ്ട് അവനോനിങ്ങനെ പ്രോബ്ലം ഉള്ളിടത്ത് കൈ വെച്ച് പ്രാർത്ഥിക്കുക, സൗഖ്യം വരും. ഞാനിപ്പം ഞാൻ കുക്കിംഗ് ചെയ്തോണ്ടാ ശരിക്കും എന്നും കേട്ടോണ്ടിരിക്കുന്നത്, രാവിലെ സ്കൂളിൽ പോകണ്ടോണ്ട്. അപ്പൊ ഞാൻ എന്തെടുത്തു, ആ സമയത്ത് ബ്രദർ പറയുമ്പോ ഞാൻ അവിടെ ഇരുന്ന് എന്റെ തൊണ്ടയ്ക്ക് കൈ വെച്ച് പ്രാർത്ഥിച്ച. അത് കഴിഞ്ഞിട്ടാണ് സത്യത്തിൽ ഞാൻ പോകുന്നതും ഈ ഹോസ്പിറ്റലില്. കാരണം വിശ്വാസം ഇല്ലായിട്ടല്ല ബ്രദറെ, പക്ഷെ ഡോക്ടർ പറയുന്നു അത് USG എടുക്കണം. അപ്പൊ ഞാൻ ആ കിടക്കുന്ന സമയത്ത് എന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു, കുഞ്ഞെ നിനക്കൊന്നുമില്ല, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിനക്ക് എടുക്കുകയില്ല, ഇങ്ങനെയൊക്കെ. പക്ഷെ
ഞാനവിടെ കിടന്നിട്ട് എഴുന്നേറ്റ് വന്നു. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് കിട്ടുക. റിപ്പോർട്ടിനകത്ത് ഒരു പ്രോബ്ലം ഇല്ലാത്ത റിപ്പോർട്ട് മാത്രമല്ല ആയിരുന്നു ഇനിഞ്ഞതൊക്കെ. എനിക്ക് പോയി ഡോക്ടറെ, കാരണം ബ്രദറെ, കാരണം ഡോക്ടർ ആമേൻ. തീർച്ചയായും സിസ്റ്റർ, റേഞ്ചിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായി ഞാൻ മനസ്സിലാക്കുന്നു. കട്ടാകുന്നുണ്ടായതെങ്കിലും സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ സിസ്റ്റർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സൗണ്ട് വിശ്വാസം പറയുമ്പോൾ പോലും സൗണ്ട് വോളിയം കുറഞ്ഞുകൊണ്ട് വന്നു. പക്ഷേ എല്ലാ ദിവസവും കൈവച്ച് അങ്ങോട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് രോഗിയായിരിക്കുന്നതോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഏറ്റവും നല്ല മരുന്നാണ് വചനം. ഏറ്റവും എഫക്റ്റീവ്, നമ്മൾ പറയത്തില്ല ആൻറ്റിബയോട്ടിക്കാണ് ഞാൻ കേട്ടിരിക്കുന്നതിൽ എഫക്റ്റീവായിട്ടുള്ള മരുന്നുകൾ. എൻ്റെ കാഴ്ചപ്പാട് കേട്ടോ, തെറ്റായിരിക്കാം, ചിലപ്പോൾ ശരിയായിരിക്കാം, എൻ്റെ അറിവാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് എനിക്ക് ആ മെഡിക്കൽ ഫീൽഡിനേക്കാളും ഏറ്റവും വലിയ അറിവ് എനിക്കുണ്ട്. ആ അറിവ് മറ്റൊന്നുമല്ല, നിങ്ങൾക്കുള്ള അതേ അറിവ് എനിക്കുമുണ്ട്. യേശുവിൻ്റെ തിരുമുറിവിനാലുള്ള മരുന്ന്. സിസ്റ്റർ പറഞ്ഞു കൈവച്ചു, ഡോക്ടർ പറഞ്ഞു ചെയ്യണം. ഞാൻ എപ്പോഴും പറഞ്ഞത് മെഡിക്കൽ സയൻസ് തെറ്റാന്നല്ല, നമ്മൾ ടെസ്റ്റ് ചെയ്യണം. നമ്മൾ റിപ്പോർട്ടുകൾ ടെസ്റ്റ് ചെയ്യണം. ബ്ലഡിലായിക്കോട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ മാത്രം പോരാ, ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റുമായിട്ട് നിങ്ങൾ നിൽക്കണം. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെ ചെന്നു, ആ സ്കാൻ എടുത്തു, ഒരു കുഴപ്പമില്ലെന്ന് പറയുക മാത്രമല്ല, അന്ന് തന്നെ ആ സൗണ്ട് കംപ്ലീറ്റ് റെഡിയായി. അന്ന് തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല, ടെസ്റ്റ് ചെയ്തുള്ളൂ. അന്ന് തന്നെ ആ സൗണ്ട് ക്ലിയറായി എന്ന് പറയാനിടയായി തീർന്നു. ഇസ്രായേൽ ധൈര്യമായിട്ടിരിക്കുക, ഇനിയും പ്രാർത്ഥിക്കുക, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ നിർത്തരുത്. നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരെ, നമുക്ക് ആരോഗ്യം വേണം, അത് സത്യമാണ്. മറ്റുള്ളവർക്കും നമ്മളിലൂടെ ആരോഗ്യം ഉണ്ടാകും. കർത്താവിൻ്റെ കൃപയാൽ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷി? പറഞ്ഞു. ബ്രദറെ, വെള്ളം പ്രാർത്ഥിച്ച് നൽകണ ഒരു സാക്ഷ്യം പറഞ്ഞു കേട്ടപ്പോഴാണ് എനിക്കിത് ഓർമ്മ വന്നത്. എന്റെ തൊട്ട വീട്ടിലെ ചേച്ചി കർത്താവിനെ അറിയുന്നു ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു. അവര് ഈ അന്ധവിശ്വാസവും അനാചാരമൊക്കെ ഒരുപാടുള്ളവരായിരുന്നു. കർത്താവിനെ പറ്റി പറഞ്ഞാൽ ഒന്നും കേൾക്കാൻ ഇഷ്ടമില്ല. പക്ഷെ ഞാൻ ഒരു ദിവസം വീട്ടിൽ ഇങ്ങനെ, ആ ചേച്ചി എപ്പോഴും ഇങ്ങനെ ജോലി ചെയ്ത് ഇങ്ങനെ നടന്നുകൊണ്ട് ക്ഷീണിച്ച് എപ്പോഴും നടക്കും, വിഷമങ്ങളും പേറി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഉച്ച സമയമായപ്പോ ഒരു നാരങ്ങ പിഴിഞ്ഞ സർവത്ത് ഞാൻ കുടിക്കാന്ന് വിചാരിച്ചപ്പോ ഞാൻ വിചാരിച്ചു ആ ചേച്ചിയും ഒരു ഗ്ലാസ് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഇത് കൊടുക്കണ സമയത്ത് ഞാൻ വിചാരിച്ചു, ഇത് ഞാൻ കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു കൊടുക്കുക, എനിക്ക് എന്നെങ്കിലും ഈ ചേച്ചിയോട് സുവിശേഷം പറയാനായിട്ട് എന്നെ സഹായിക്കണേന്ന് പറഞ്ഞ് ഞാൻ ഈ സർവത്ത് ചേച്ചിയോട് പറഞ്ഞു. ചേച്ചിയും പണി ചെയ്ത് ക്ഷീണിച്ചിരിക്കല്ലേ, ഇത് കുടിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി അത് സന്തോഷത്തോടു കൂടെ വാങ്ങിയ ആള് കുടിച്ചു. ഇത് കുടിച്ചു കഴിഞ്ഞ് ഒരാഴ്ചക്ക് ശേഷം എനിക്ക് അവിടെ സുവിശേഷം പറയാനുള്ള അവസരം എന്റെ കർത്താവ് എനിക്ക് തന്നു. അതിനുശേഷം ആ ചേച്ചി സുവിശേഷം കേട്ട് കർത്താവിനെ ഏറ്റെടുത്തതിന് ശേഷം എന്നും അവരുടെ വീട്ടിൽ ഓരോ അത്ഭുതങ്ങൾ എന്നോട് വന്ന് പറയാൻ ഇപ്പൊ ഇടയായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വന്ന ഓരോ മാറ്റങ്ങളും ആ ചേച്ചി എന്നോട് പറഞ്ഞു. ഇന്നും ഒരു സാക്ഷി അവർക്ക് എന്നോട് പറയാനുണ്ടായിരുന്നു. അതിന് ഞാൻ വളരെ ദൈവത്തിന് നന്ദി പറയാണ്, ആ ചേച്ചിക്ക് കർത്താവിനെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയതില് ബ്രദറെ. ആമേൻ. തീർച്ചയായിട്ടും ബ്രേസ് പറഞ്ഞ വലിയ സാക്ഷ്യം തന്നെയാണ്. വലിയ ആഗ്രഹമായിരുന്നു അവർ യേശുവിലേക്ക് വരണമെന്നുള്ളത്. അതിനുവേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ ആ ഒരു വെള്ളം, ഞാൻ പറഞ്ഞു, നമ്മൾ എന്ത് പ്രാർത്ഥിച്ച് വിശ്വാസത്തിൽ ഒരു സ്റ്റെപ്പ് എടുത്തു, അതിൻ്റെ റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ. അവർ അത് എതിർക്കുന്ന ആൾക്കാരാണ്, അവരെ അംഗീകരിക്കാത്ത ആൾക്കാരാണ്. പക്ഷേ അവരോട് സുവിശേഷം പറഞ്ഞു, അതിനൊരു മുഖാന്തരമായ ആ ഒരു വെള്ളം, ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു കാര്യം. പക്ഷേ അത് മുഖാന്തരം ആ കുടുംബത്തെ അവർ എതിർത്ത ആൾക്കാർ യേശുവിനെ അറിഞ്ഞത് മാത്രമല്ല, ഓരോ ദിവസവും വന്ന് അവരുടെ ജീവിതത്തിൽ യേശു ചെയ്ത അത്ഭുതങ്ങളുടെ സാക്ഷ്യവും പറയുന്നത് കേൾക്കാൻ ഇടയായി തീർന്നു. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങളൊരു അനുഗ്രഹമാണ്, നിങ്ങൾ അനേകർക്കൊരു അനുഗ്രഹമാക്കി ദൈവം മാറ്റും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. അനേകർക്ക് വേണ്ടി ഇത് ചെയ്യുക, ഇനിയും പ്രാർത്ഥിക്കുക, ഇനിയും യേശുവിനെ അനേകരിലേക്ക് കൊടുക്കുക. അതിൻ്റെ അനുഗ്രഹം നമുക്കുണ്ട്. ഇന്ന് ആ കുടുംബം രക്ഷിക്കപ്പെടുമ്പോൾ, യേശുവിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹം കർത്താവ് തന്നിരിക്കും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. 1-2 സാക്ഷ്യങ്ങളോടെ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥന അവസാനിപ്പിക്കുകയാണ്. സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്. ബാക്കി സാക്ഷ്യങ്ങൾ നമുക്ക് തുടർമാനമായിട്ട് കേൾക്കാം. ഒരു സാക്ഷ്യം പോലും പറയാതിരിക്കരുത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ വർധനവിന് വേണ്ടിയാണ് ഒരു സാക്ഷിയെ കർത്താവ് ഉളവാക്കുന്നത്. അതുകൊണ്ട് 1-2 സാക്ഷ്യങ്ങളോടെ പറഞ്ഞിട്ട് വേഗത്തിൽ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. 2 സാക്ഷ്യം കൂടെ പറഞ്ഞാട്ടെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞു. പറഞ്ഞു. നടുവേദനയായിരുന്നു. എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു. ബ്രദറിന് ഇപ്പോൾ പറഞ്ഞായിരുന്നു, നടുവേദനയാൽ ഭാരപ്പെടുന്ന 2 പേരെ, ഒന്നിൽ കൂടുതൽ ആൾക്കാരെ തൊടുന്നു എന്ന് പറഞ്ഞായിരുന്നു. ആ നടുവേദന എനിക്ക് നല്ല വേദനയായിരുന്നു. കുറവുണ്ട്, നല്ലൊരു ആശ്വാസം കിട്ടും. തുടർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മസ്കുലർ ഡിസ്ട്രോഫി ഉള്ള ആളാണ്. നല്ല
പേശിവേദന ചിലപ്പം നല്ല പഴുപ്പായി നിൽക്കുന്നവരാണെങ്കിൽ പേശികൾക്കും നട്ടലിനും ഒക്കെ ബാലൻസ് പിടിച്ച് നടക്കാൻ കഴിയുന്നില്ല. നടക്കും, വെറുതെ പവറെ പിടിച്ച്. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും സിസ്റ്ററെ, കർത്താവ് തൊട്ടിരിക്കുകയാണ്. ആശ്വാസം, സൗഖ്യത്തിൻ്റെ ആശ്വാസമാണ്. ധൈര്യത്തോടെ ഇനിയും പ്രാർത്ഥിക്കുക. കർത്താവ് നടത്തും. ഞാൻ പറഞ്ഞ മരുന്ന് കഴിക്കുക. തിരുമുറിവിനാലുള്ള, യേശുവിൻ്റെ തിരുമുറിവിനാലുള്ള ആ മരുന്ന്, ആ വചനമാകുന്ന മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ഒരു സൈഡ് എഫക്റ്റും ഇല്ല. അത്ഭുതം നടക്കും. ഇനിയും ഇന്ന് തൊട്ട ദൈവം, നടുവേദന മാറ്റിയ ദൈവം ഇനിയും മാറ്റും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു സിസ്റ്റർ, കേൾക്കുന്നുണ്ടേ. ഭർത്താവിന് പിന്നെ കഴിഞ്ഞ ആഴ്ച ആശുപത്രി കൊണ്ട് കാണിച്ചാലും 400 ഷുഗർ കാണിച്ചാലും 400 എന്നാ പറഞ്ഞത്. പറഞ്ഞു സിസ്റ്റർ, പറഞ്ഞു. ഒരു മിനിറ്റ്, പറഞ്ഞു. ഇന്നലെ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് നോർമലാന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് ഈ വചനം കേട്ട് പ്രാർത്ഥിച്ചപ്പോൾ. ആമേൻ. നന്ദി കർത്താവ്. അത്രയും ഹൈ ആയിട്ട് നിന്നതിൻ്റെ അകത്ത് കർത്താവ് എന്ന് പറഞ്ഞ പോലെ തന്നെ ദൈവം പിന്നീട് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് നോർമൽ എന്ന് പറയുന്നതിൻ്റെ അകത്ത് തുറന്നു. ഇനി പ്രാർത്ഥിച്ചോണം, അവിടെ നിന്ന് അനങ്ങത്തില്ല, അത് തന്നെ ഫിക്സ് ആയിരിക്കട്ടെ, നോർമൽ കണ്ടീഷൻ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞോണം. കർത്താവ് അങ്ങനെ ചെയ്യും, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. പറഞ്ഞു സാക്ഷ്യം പറഞ്ഞു. എന്തോന്നു പറഞ്ഞു? കേൾക്കുന്നുണ്ട്. പറഞ്ഞു. ഞാൻ എന്റെ ചെവിയില് ഒരു ദിവസം, ഒരു 2 ആഴ്ച മുൻപാണ് പ്രയർ ഇങ്ങനെ കേട്ടുകൂടി ഇരിക്കുമ്പോ ചെവിയിലൊന്ന് ഇങ്ങനെ തിരുമ്പി പോയി. ഇങ്ങനെ എനിക്കിതാണ്. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും എന്റെ മുഖമൊക്കെ വീർത്ത് തലയില് ചെവിയില് വെള്ളം പോയൊരവസ്ഥയിൽ വല്ലാത്ത ഭാരമായി, നീരുമായി. പറഞ്ഞു സിസ്റ്ററെ. ഹലോ, പറഞ്ഞു സിസ്റ്ററെ. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. അപ്പൊ തലയ്ക്ക് നല്ല ഭാരമായി. ഒരാഴ്ച ഞാൻ അങ്ങനെ കൊണ്ടുവരുന്നു. നല്ല തിരക്കിലുമായിരുന്നു. ഞാൻ ഇങ്ങനെ പോകും, ജോലിക്കും പോകുന്നുണ്ട്. ഈ തലയും വെച്ച് മുഖത്തൊക്കെ കുറച്ച് നീരുണ്ട്, എന്നാലും പോകും, പ്രാർത്ഥിക്കുന്നുണ്ട്, പോകും. അങ്ങനെ ഒരാഴ്ചയും കഴിഞ്ഞ് അപ്പൊ വീട്ടിൽ നിന്ന് ഒരു മോളും ഹസ്ബൻഡും പറഞ്ഞോട് എവിടെയെങ്കിലും ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ കർത്താവിനോട് പറയും, അല്ലാതെ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞ് പോയി. സാമ്പത്തികമായിട്ട് ഞാൻ കുറച്ച് പ്രതിസന്ധിയിലായിരുന്നു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോ ഒരു ദിവസം എന്റെ ഒരു സുഹൃത്ത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ട് എന്നോട് പറഞ്ഞ്, മുഖത്തൊക്കെ കുറച്ച് വീർമതി ഉണ്ടല്ലോ, എന്റെ ചെവിയിൽ ഇങ്ങനെ ഒരു വിഷയമായി, 2 ആഴ്ചയായി കൊണ്ടു കിടക്കണമെന്ന്. അപ്പൊ ആളെന്നോട് പറഞ്ഞു, അവിടെ പിന്നെ മോൾക്ക് ഇങ്ങനെ വന്നപ്പോ കൊണ്ടുവന്നൊരു മരുന്ന് ഇരിക്കുന്നു, കൊണ്ട് ഒഴിക്കാൻ പറഞ്ഞു. ഇത് പറയുമ്പോ ശരി എന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങിയതാണ്, മുറ്റത്തേക്ക് ഇറങ്ങി. ഞാൻ ചെരുപ്പ് ഊരിട്ട് വീട്ടിൽ കയറിട്ട് ഞാൻ വാതിലടച്ചിരുന്ന് പ്രാർത്ഥിച്ച് എന്റെ വലിയൊരു മരുന്ന് എന്റെ ചെവിയിൽ ഒഴിക്കാനില്ല. എന്റെ ആടിപ്പിടിച്ചാൽ എനിക്ക് സൗഖ്യം ലഭിച്ചാൽ മതി, എനിക്കൊരു മരുന്ന് വെച്ച് സൗഖ്യമാവണ്ട, ഞാൻ ഇതുകൊണ്ട് സൗഖ്യം, ഈ തിരുമുറിയിലെ തിരുരത്തം കൊണ്ട് സൗഖ്യം, എനിക്കൊരു വേദനയില്ല. ആ ഭാരം മൊത്തം പോയി. ഞാൻ നല്ല ആ പഴയ ലെവലിൽ തന്നെ എന്റെ മുഖവും നീർക്കെട്ടും പോയി. എന്റെ വേദനയും കർത്താവേ. ആമേൻ. അത് വലിയ സാക്ഷ്യം തന്നെയാണ്. പ്രിയസ്റ്റ് പറഞ്ഞ 2 ആഴ്ചയായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അടുത്ത വീട്ടിലെ ആള് പറഞ്ഞു ഒരു മരുന്നുണ്ട്, ആ മരുന്ന് എടുക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ മനസ്സിലൊരു തോന്നൽ, അതൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോയേക്കാം. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അകത്തോട്ട് മുറിയിലോട്ട് കയറി വാതിലടച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? മരുന്ന് ഒഴിക്കാൻ വേണ്ടി പോയ ആളാണ്. അകത്ത് കയറി വന്ന് പറഞ്ഞു, കർത്താവായ യേശുവിന്റെ തിരുമുറിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, ഇതാണ് ഏറ്റവും വലിയ മരുന്ന്. അത് പറഞ്ഞു, പ്രാർത്ഥിച്ചു. അപ്പം തന്നെ എന്ത് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് അതെല്ലാം മാറി. 2 ആഴ്ച തൊട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടായിരുന്നു, ഒരു മരുന്നും എടുക്കാതെ തന്നെ സൗഖ്യമായി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഇനിയും പ്രാർത്ഥിക്കുക, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു. കേൾക്കാം. പറഞ്ഞു. ഇന്നലെ ഭയങ്കര സാക്ഷിയാണ്. ഇന്നലെ പറയേണ്ടതായിരുന്നു. എനിക്ക് 2 ദിവസത്തിന് മുമ്പ് ഈ ഇടത് കൈയുടെ തോള് തൊട്ട് താഴെ ഭയങ്കര കഴപ്പായിരുന്നു. അങ്ങെന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ടായിട്ട് ജോലി ചെയ്യുമ്പോഴെല്ലാം അങ്ങ് കഴച്ചിരിക്കുക. ഞാൻ ഈ വചനം തന്നെ ചൊല്ലിക്കൊണ്ടിരുന്നു, യേശുവിന്റെ തിരുമുറിവിനാൽ ബീനയ്ക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ വചനം തന്നെ റിപ്പീറ്റ് ചെയ്തിരുന്നു 2 ദിവസം. ഇന്ന് ഞാൻ സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങ് കഴിഞ്ഞുകൊണ്ട് ബ്രദർ പറഞ്ഞ് അത് ഇന്ന് പറഞ്ഞാൽ മതി എന്നാ. അങ്ങനെ ഞാൻ ഇപ്പൊ ഇന്ന് പറയുന്നത് ഇത്. അന്നേരം ഇന്ന് പൂർണ്ണ സൗഖ്യം എനിക്ക് തന്നു കഴിഞ്ഞിരിക്കുന്നു. അതിന് എത്ര കോടാനുകോടി നന്ദി പറഞ്ഞാലും
തീരത്തില്ല. പിന്നെ ബ്രദർ ഈ വചനങ്ങളെല്ലാം ഓരോന്നും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിന് താങ്ക് യു ബ്രദറെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഈ 2 ദിവസമായിട്ട് വേദന അനുഭവിച്ചു, പക്ഷേ കൈവച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞില്ല, നമ്മൾ മരുന്ന് കഴിക്കുന്നത് പോലെ കഴിച്ചുകൊണ്ടിരിക്കുക. ആ രോഗം മാറി, ഇന്ന് വേദന മാറി, പൂർണ്ണ സൗഖ്യത്തിൻ്റെ സാക്ഷ്യം ഒരു മരുന്നും കൂടാതെ കർത്താവ് തൊട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നന്ദി കർത്താവ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പറഞ്ഞോ. 2 ആഴ്ചയായിട്ട് 2 വർഷമായിട്ട് ട്രീറ്റ്മെന്റിൽ അവർക്ക് കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? തീർച്ചയായിട്ടും സിസ്റ്റർ, നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. നമ്മുടെ വാഗ്ദത്ത വചനമുണ്ടല്ലോ, ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. തലമുറയ്ക്ക് വേണ്ടിയുള്ള വചനമാണ്. അത് പറഞ്ഞ് അതൊരു മരുന്നാണ്. ആ വചനം പറയുമ്പോൾ തന്നെ ആ ഉദരത്തിൻ്റെ അകത്ത് തലമുറ ഉരുവായി വരിക തന്നെ ചെയ്യും കേട്ടോ. ആ വചനം പറഞ്ഞു. പ്രാർത്ഥന തലയ്ക്ക് മീതെയുണ്ട്. ധൈര്യമായിട്ടിരിക്കും കേട്ടോ. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. ഉണ്ട്, പെട്ടെന്ന് പറഞ്ഞു. ബ്രദറെ ഞാനൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞു സിസ്റ്ററെ. ഹലോ, കേൾക്കുന്നുണ്ട് സിസ്റ്ററെ, പറഞ്ഞു. ഇന്നലെ എൻ്റെ ഹസ്ബൻഡിന് ഒരാഴ്ചയായിട്ട് പനിയുണ്ടായിരുന്നു. ഞങ്ങൾ ആൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഡയാലിസിസ് കഴിഞ്ഞിട്ട് നെഫ്രോയുടെ ഡോക്ടറെ പോയി കാണുമായിരുന്നു. മരുന്ന് തന്നായിരുന്നു, പക്ഷെ പനി എന്ത് ചെയ്താൽ കുറയുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോഴെല്ലാം ബ്രദർ പറഞ്ഞു തന്നിരുന്ന വചനമെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യമുണ്ടെന്ന് ഞാൻ കൈ തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് കാലുവേദനയും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഡോക്ടർ ഒന്നും കണ്ടുപിടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരാഴ്ചത്തെ ഇന്നലെ ഞങ്ങൾ വീണ്ടും അവിടെ ചെന്നപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, മെഡിക്കൽ കോളേജിൽ, പ്രൈവറ്റ് മെഡിക്കൽ കോളേജാണ് കോലഞ്ചേരി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു സർജനെ കാണിക്കണം. കാലിൻ്റെ അടിയിലൊരു പഴുപ്പ് പോലെ വന്നിട്ടുണ്ട്. അത് പൊട്ടി കുറച്ച് ബ്ലഡും ജലവും കൂടെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതും മാറാത്തത്. അപ്പോൾ അതിപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഒരു സർജറി ചെയ്യേണ്ടി വരും, നിങ്ങളിവിടെ അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പുറത്തിറങ്ങി നിന്നിട്ട് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഈ വചനങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇങ്ങനെയൊന്നും ഇവിടെ എനിക്ക് അഡ്മിറ്റ് ആവാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പൊയ്ക്കോളാം. അപ്പോൾ അവർ പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ആൾ ഭയങ്കര വീക്കാണ്, ഇപ്പം തന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ നേരം ഇവിടെ വന്നിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലോട്ട് പോകാനാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് ഞങ്ങൾ ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവിടേക്ക് പോവാണ്. അപ്പോൾ എന്തായാലും അഡ്മിറ്റ് ആവും, ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അവിടുന്ന് പോരാൻ പറ്റുള്ളൂ എന്നുള്ള ധാരണയിൽ തന്നെയാണ് അവിടെ നിന്ന് പറഞ്ഞു വിട്ടേക്കുന്നത്. പക്ഷെ ഞാൻ ഉള്ളിലെപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹസ്ബൻഡിൻ്റെ കാല് തൊട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. യേശുവിൻ്റെ തിരുമുറിവിനാൽ തിരുത്താലും സൗഖ്യമുണ്ട്, അങ്ങനെയൊന്നും വേണ്ടി വരത്തില്ല. അങ്ങനെ തന്നെ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വണ്ടിയിൽ പോകുമ്പോഴെല്ലാം. അവിടെ ചെന്ന് വളരെ അത്ഭുതം എന്ന് പറയട്ടെ, ഞങ്ങൾ രാത്രി 12 മണിക്ക് മുൻപ് തന്നെ വീട്ടിൽ തിരിച്ചെത്താനിടയായി. അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും എല്ലാം വളരെ പെട്ടെന്ന് ക്രമീകരിച്ച് ദൈവം തന്നു. കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ കർത്താവെ എനിക്ക് മുമ്പായി പോകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നത്. അപ്പോൾ അവിടെ ചെന്നതും അവർ പെട്ടെന്ന് തന്നെ പറഞ്ഞു, പെട്ടെന്ന് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് മൈനർ റൂട്ടിൽ ചെറിയ സർജറിയാണ് ചെയ്തത്. വേഗം തന്നെ അവിടെ അഡ്മിറ്റ് ആകേണ്ടി വന്നില്ല, വേഗം തന്നെ വീട്ടിലേക്ക് വിട്ടു. അത് ചെയ്ത ഉടൻ തന്നെ ആളുടെ കടുത്ത പനി ഉണ്ടായിരുന്നത് ഒരാഴ്ചയായിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ മാറി. ദൈവം വളരെ ഒരു അത്ഭുതമാണ് ഞങ്ങൾക്കത് ചെയ്തു തന്നത്. ആള് ഒരാഴ്ച റെസ്റ്റ് കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എങ്കിലും ആ വേദനയും പനിയും ആ നിമിഷം തന്നെ മാറി. അത് വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് സാക്ഷ്യമായിട്ട് ഇപ്പം ഞാൻ പറയുന്നത്. ഒത്തിരി ദൈവത്തിന് ഒരുപാട് നന്ദി, സ്തോത്രം അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ വചനത്തിലൂടെ ഞങ്ങളെ ശക്തരാക്കുന്ന ബ്രദറിന് ഒരുപാട് നന്ദി. തീർച്ചയായിട്ടും സിസ്റ്റർ, അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ് സിസ്റ്റർ പറഞ്ഞത്. എന്ന് പറഞ്ഞ പോലെ തന്നെ വലിയ വ്യത്യാസം. സിസ്റ്റർ, ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, വലിയൊരു രോഗത്തിൻ്റെ അകത്താണ് നിങ്ങളുടെ കുടുംബം നിൽക്കുന്നതെങ്കിലും ഞാൻ ഉറപ്പിച്ചു ഇതൊരു സൈനാണ്. ഇതേ കർത്താവിൻ്റെ നാമത്തിൽ ആ മരുന്ന്, കർത്താവിൻ്റെ തിരുമുറിനുള്ള മരുന്ന് നമ്മൾ ഭക്ഷിച്ചോണം. എന്നിട്ട് പറയണം പുതിയ കിഡ്നി ഉണ്ടായി വരും. ഞങ്ങൾ സാക്ഷ്യം പറയും. ശരീരത്തിൻ്റെ അവസ്ഥകളെ നമ്മൾ നോക്കരുത്. ഇങ്ങനെ പറഞ്ഞോണം മരിച്ചവരെ ഉയർപ്പിക്കുന്ന കേട്ട സാക്ഷ്യം ഒരു സൈനാണ് കേട്ടോ സിസ്റ്ററെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ഞാൻ പറയും ഒരു മരുന്ന് നമ്മൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷിക്കുന്നത് പോലെ ഇതേ പ്രതീതിയിൽ ഭക്ഷിച്ചുകൊണ്ടിരുന്നോണം, പറഞ്ഞുകൊണ്ടിരുന്നോണം, ഹസ്ബൻഡിനെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ടിരുന്നോണം. എന്നിട്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു പുതിയ അവയവം ഉണ്ടെന്ന് ഡോക്ടർ തന്നെ പറയും. അതുപോലെ നമ്മൾ കേൾക്കുന്ന സിസ്റ്ററെ, ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ചെയ്ത ദൈവത്തിൻ്റെ വലിയ പ്രവർത്തിക്കായിട്ട് നന്ദി പറയുന്നു. വാചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ദൈവം ശക്തി കൊടുത്തല്ലോ. എനിക്കറിയാം ഇനി സാക്ഷ്യം പറയുന്നുണ്ട്. ഞാൻ പ്രാർത്ഥന പെട്ടെന്ന് അവസാനിക്കുകയാണ്. എനിക്ക് വൈകിട്ട് ഇവിടെ വേറൊരു അർജൻറ്റായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നു. സമയപരിമിതി ഉള്ളതുകൊണ്ട് നാളെ നമുക്ക് വീണ്ടും ബാക്കി സാക്ഷ്യങ്ങൾ കേൾക്കാം. ഒരു സാക്ഷ്യം പോലും പറയാതിരിക്കരുത്, ഒരു സാക്ഷ്യം പോലും വിട്ടുപോകരുത്. നിങ്ങളുടെ ദൈവം ചെയ്ത പ്രവൃത്തികൾ നമ്മൾ കേൾക്കണം, ബലപ്പെടണം, ശക്തീകരിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ലൈവിൽ കാണുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എനിക്കറിയാം നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നത്. സമയ
ഇതൊക്കെ മറന്ന് എല്ലാ ദിവസവും ഇന്ന് കൂട്ടായ്മയിൽ ബലപ്പെടുവാൻ നമ്മളെല്ലാവരെയും ദൈവം ശക്തീകരിക്കുന്നല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരിക്കലും നശിച്ചു പോകത്തില്ല. നിങ്ങളെ അനുഗ്രഹിച്ചില്ലേ പിന്നെ കർത്താവ് ആരെ അനുഗ്രഹിക്കാനാ? അതുകൊണ്ട് ധൈര്യപ്പെടുക. ഗോഡ് ബ്ലസ് യു. ലൈവിൽ കാണുന്നവരെ ബ്ലസ് ചെയ്യുന്നു. നിങ്ങളുടെ സൗഖ്യത്തെ സ്വീകരിക്കുക. സൗഖ്യം നിങ്ങളുടെ അവകാശമാണ്, ആവശ്യമല്ല. അവകാശമാണ്. കൈവച്ചോണം, ഏറ്റെടുത്തോണം. മരുന്നാണിത്. രോഗസൗഖ്യത്തിനുള്ള മരുന്നാണ്. കടഭാരം, തകർച്ചകൾ മാറും. ദൈവം അനുഗ്രഹിക്കും, ഉയർത്തും. നാളെ നമുക്ക് വീണ്ടും കാണാം. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. സൂമിൽ പ്രാർത്ഥന അവസാനിച്ചിട്ടില്ല. നമുക്കിന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ശക്തിപ്പെടാം, ബലപ്പെടാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ, ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ പ്രഖ്യാപനങ്ങളെ പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തോണം, കർത്താവ് അത് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട്, ലഭിച്ചതിനായി നന്ദി പറഞ്ഞു